നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായും സംതൃപ്തരാണോ? നിങ്ങൾ ഏതൊരു മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് അതിൽ ശോഭിക്കാൻ കഴിയുന്നുണ്ടോ? കൂടുതൽ പേരും അല്ല എന്നായിരിക്കും മറുപടി നൽകുക. ചിലപ്പോഴെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ ജോലി സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ നമുക്ക് അവഗണന നേരിടേണ്ടി വരാറുണ്ട്. നിന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, ക്യാരക്ടർ മോശമാണ് എന്നിങ്ങനെ പലരും നമ്മോട് പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ നമ്മുടെ മനോഭാവത്തിലും സ്വഭാവത്തിലും മാറ്റം വരുത്തി ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് കൂടുതൽ പേർക്കും അറിയാനിടയില്ല. ഇനി അറിയാവുന്നവരാകട്ടെ ഈ ട്രിക്കുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു തരാനും തയ്യാറാകില്ല. എന്നാൽ ഇനി നിങ്ങൾ നിരാശപ്പെടേണ്ട. വിജയിക്കാനുള്ള നിരവധി രഹസ്യങ്ങളടങ്ങിയ ഒരു പുസ്തകം നമ്മുടെ കൈവശമുള്ളപ്പോൾ ഇനി എന്തിന് ടെൻഷൻ? യു ക്യാൻ വിൻ. അതെ, നിങ്ങൾക്കും വിജയിക്കാം. ലോകപ്രശസ്ത മോട്ടിവേഷൻ പുസ്തകമായ യു ക്യാൻ വിന്നിൽ ശിവ് ഖേര വിജയിക്കാനുള്ള നിരവധി ട്രിക്കുകൾ നമുക്ക് വേണ്ടി വിശദീകരിക്കുന്നുണ്ട്. ഇനി ആരാണ് ശിവ് ഖേര? അദ്ദേഹം ലോകപ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറും എഴുത്തുകാരനുമാണ്. യു ക്യാൻ വിൻ അഥവാ നിങ്ങൾക്കും വിജയിക്കാം എന്ന അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബെസ്റ്റ് സെല്ലറായ പുസ്തകമാണ്. യു ക്യാൻ വിൻ എന്ന പുസ്തകം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട നിരവധി ആശയങ്ങൾ ചെറുകഥകളായി പറയുന്നുണ്ട്. ജീവിത വിജയം നേടാനുള്ള എളുപ്പവഴികൾ ചെറുകഥകളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ശിവ് ഖേരയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണെന്ന് തോന്നാവുന്ന ഈ കഥകൾ ഓരോ വ്യക്തികളെയും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അവയിൽ ചില ചെറുകഥകളും മറ്റ് നിരവധി ട്രിക്കുകളും ഈ വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം. ഒരിടത്ത് ഒരു ബലൂൺ കച്ചവടക്കാരൻ കച്ചവടം നടത്തിയിരുന്നു. അയാളുടെ കൈവശം പലതരത്തിലുള്ള വ്യത്യസ്ത വർണ്ണങ്ങളുള്ള നിരവധി ബലൂണുകൾ ഉണ്ടായിരുന്നു. കച്ചവടം തീരെ ഇല്ലാതാകുന്ന അവസരങ്ങളിൽ അയാൾ തൻ്റെ കൈവശമുള്ള ചില ബലൂണുകളിൽ ഹീലിയം ഗ്യാസ് നിറച്ച് മുകളിലേക്ക് പറത്തിവിടും. ആകാശത്തിലൂടെ ഉയർന്നു പറക്കുന്ന ബലൂണുകളെ വളരെ ദൂരെ നിന്നും കാണുന്ന കുട്ടികൾ ബലൂണുകൾ വാങ്ങാനായി കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് എത്തുമായിരുന്നു. ഇതിലൂടെ അയാൾക്ക് കൂടുതൽ കച്ചവടം ലഭിക്കുന്നത് പതിവായിരുന്നു. ഒരിക്കൽ ബലൂണുകൾ പറത്തുകയായിരുന്ന സമയം ഒരു കുട്ടി അയാളോട് ഇങ്ങനെ ഈ കറുത്ത ബലൂൺ മുകളിലേക്ക് പറത്തിയാൽ പറന്നു പോകുമോ എന്ന് സംശയം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറയാൻ തുടങ്ങി, ബലൂണുകൾ മുകളിലേക്ക് പോകാൻ കാരണം അവയുടെ നിറമോ ആകൃതിയോ അല്ല, പകരം അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകമാണ് ബലൂൺ പറന്നുയരാൻ കാരണമാകുന്നത്. വെറും കാറ്റു മാത്രം നിറച്ചാൽ അതിന് ഉയരങ്ങളിലേക്ക് പറന്നു പോകാൻ സാധിക്കില്ല. ഉയർന്നു പറക്കണമെങ്കിൽ ബലൂണിനുള്ളിൽ ഹീലിയം തന്നെ നിറയ്ക്കേണ്ടി വരും. ഈ കഥ നമ്മുടെ എല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാം എല്ലായ്പ്പോഴും നമ്മുടെ ശരീരം, സൗന്ദര്യം ഇവയൊക്കെ മനോഹരമായി സൂക്ഷിക്കാൻ ശ്രദ്ധ ചെലുത്താറുണ്ട്. എന്നാൽ നമ്മളിൽ എത്ര പേരാണ് നമ്മുടെ ചിന്തകളെ മനോഹരമാക്കി മാറ്റാൻ തയ്യാറാവുക? നമ്മുടെ സ്വഭാവ ഗുണമാണ് മറ്റെന്തിനേക്കാളും വിലയേറിയത്. നമ്മുടെ നല്ല ഗുണങ്ങൾ എല്ലാ കാലത്തും ഉയരങ്ങൾ കീഴടക്കാൻ നമ്മെ പ്രാപ്തരാക്കും. ഓരോ വ്യക്തികളുടെയും സ്വഭാവമാണ് അവരുടെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. പൊള്ളയായ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ പിന്നാലെ പോകുന്നത് അവസാനിപ്പിക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും നല്ലതായാൽ മറ്റെന്തും നമ്മളിലേക്ക് എത്തിച്ചേരും. ചിന്തകളെ പോസിറ്റീവും ക്രിയേറ്റീവുമാക്കി മാറ്റുക. അതായിരിക്കും നാം ഓരോരുത്തരെയും ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലായാലും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. നാം പുറമേ എന്താണെന്നുള്ളതല്ല പ്രധാനം, നമ്മുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന നല്ല കാര്യങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. രണ്ടാമത്തെ കഥ ഇപ്രകാരമാണ്. ഒരു കാട്ടിൽ ഒരു വാനമ്പാടി ജീവിച്ചിരുന്നു. ഒരിക്കൽ തൻ്റെ കൂടയിൽ നിറയെ പുഴുക്കളുമായി ഒരാൾ അതുവഴി കടന്നുപോയി. ഇത് കാണാനിടയായ വാനമ്പാടി, താങ്കൾ അതുമായി എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. ഈ പുഴുക്കളെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പകരം തൂവലുകൾ വാങ്ങാനാണ് പോകുന്നതെന്ന് അയാൾ മറുപടി നൽകി. എന്നാൽ നിങ്ങൾ പുഴുക്കളെ എനിക്ക് തരൂ, പകരം ഞാൻ തൂവലുകൾ നൽകാം. മാത്രമല്ല ഇനി ഞാൻ എന്നും ആഹാരത്തിനായി പുഴുക്കളെ തേടി പോകണ്ടല്ലോ എന്ന് വാനമ്പാടി പറഞ്ഞു. അങ്ങനെ അയാൾ തൻ്റെ കൈവശമുള്ള പുഴുക്കളെ നൽകി പകരം വാനമ്പാടിയുടെ കുറച്ച് തൂവലുകളുമായി മടങ്ങിപ്പോയി. പിന്നീട് ദിവസങ്ങളോളം ഈ പ്രക്രിയ തുടർന്നു പോന്നു. ഒടുവിൽ ഒരു ദിവസം വാനമ്പാടിയുടെ ശരീരത്തിൽ ഒരൊറ്റ തൂവൽ പോലും അവശേഷിക്കാത്ത സ്ഥിതിയായി. അതുകൊണ്ട് തന്നെ പുഴുക്കളെ നൽകാനും അയാൾ കൂട്ടാക്കിയില്ല. തൂവലുകളില്ലാത്തതിനാൽ പറക്കാൻ കഴിയാതെ പട്ടിണി കിടന്ന് ഒടുവിൽ ആ വാനമ്പാടി മരണപ്പെട്ടു. വളരെ എളുപ്പത്തിൽ ഭക്ഷണം ലഭിക്കുമെന്ന് കരുതി തെറ്റായ പാത തിരഞ്ഞെടുത്തതിന് തൻ്റെ ജീവൻ ആ വാനമ്പാടിക്ക് വില നൽകേണ്ടി വന്നു. നമ്മളിൽ കൂടുതൽ പേരും വാനമ്പാടിയെപ്പോലെ വളരെ എളുപ്പമുള്ള വഴികളാണ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കാൻ താല്പര്യം കാണിക്കുക. ഒടുവിൽ അത് തെറ്റായിരുന്നെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മൾ പരാജയത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഓരോ വ്യക്തികൾക്കും നിരവധി മൂല്യങ്ങളുണ്ട്. സത്യസന്ധത, ആത്മാർത്ഥത, വിശ്വസ്തത എന്നിങ്ങനെ നിരവധി സ്വഭാവ വിശേഷങ്ങളായി അവയെ പരിഗണിക്കാം. നമ്മുടെ മൂല്യങ്ങൾ എക്കാലത്തും നിലനിൽക്കേണ്ടതുണ്ട്. ഇവയെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. സ്വന്തം നേട്ടങ്ങൾക്കോ താൽക്കാലിക വിജയങ്ങൾക്കോ വേണ്ടി നമ്മുടെ സ്വഭാവ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ചെയ്താൽ ഇത് നിങ്ങളെ പരാജയത്തിൻ്റെ പാതയിലേക്കായിരിക്കും എത്തിക്കുക. ഏതൊരു കാര്യത്തിലായാലും തീരുമാനമെടുക്കുമ്പോൾ എന്താണോ ശരി അതുമാത്രം ചെയ്യുക. ഒന്നും ചെയ്യാതെ തന്നെ ചില വ്യക്തികൾക്ക് വളരെ ഈസിയായി നേട്ടങ്ങൾ ഉണ്ടായേക്കാം.
ഇതിനെക്കുറിച്ച് എബ്രഹാം ലിങ്കൻ പറയുന്നത് എന്താണെന്നാൽ, ഒന്നും ചെയ്യാതെ തന്നെ ചിലരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങളോ വിജയങ്ങളോ എത്തിച്ചേർന്നേക്കാം. എന്നാൽ ഇത് അവർ മുമ്പ് നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കൈക്കൊണ്ട ചില തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും അത് നല്ലതോ മോശമോ ആയിക്കൊള്ളട്ടെ, അവയുടെ പരിണിത ഫലം ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വിജയിക്കാൻ നാം നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വ്യത്യാസം വരുത്തേണ്ടതുണ്ട്. മോശമായ മനോഭാവത്തിൽ മാറ്റം വരുത്തി പുതിയ ജീവിത രീതികൾ കൊണ്ടുവരിക. നിങ്ങൾ ഇന്നു മുതൽ നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാൻ ശ്രമിക്കൂ. ചില വ്യക്തികൾ എല്ലാ കാലത്തും നിങ്ങളെ കുറ്റപ്പെടുത്തി മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇതവരുടെ ജന്മനാ ഉള്ള വൈകല്യമാണ്. ഇത്തരക്കാർ നിങ്ങളുടെ ജോലി, കുടുംബജീവിതം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലകളിലും തടസ്സമായി വന്നേക്കാം. അതുകൊണ്ട് ഇന്നു മുതൽ ഇത്തരക്കാരുടെ വാക്കുകളെ അവഗണിക്കാൻ ശീലിക്കണമെന്നാണ് ശിവ് ഖേര തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. വിജയികൾ തങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന അത്ഭുത വിജയമന്ത്രങ്ങൾ ശിവ് ഖേര തൻ്റെ പുസ്തകത്തിൽ നമുക്കായി വെളിപ്പെടുത്തുകയാണ്. 1. പ്ലേ ടു വിൻ, നോട്ട് ടു ലോസ്. വിജയിക്കുന്നവർ എല്ലാ കാലത്തും വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പരാജയത്തിന് അവരുടെ ലൈഫിൽ സ്ഥാനമില്ല. വിജയിക്കണം എന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരിക്കും അവരുടെ മനസ്സിൽ. ഈ ഒരു ചിന്ത അവരെ വിജയത്തിലേക്കെത്താൻ പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കും. വിജയിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ചിന്ത തന്നെയാണ്. 2. ലേൺ ഫ്രം ദി മിസ്റ്റേക്ക് ഓഫ് അതേഴ്സ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് ഇതിന് വിപരീതമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ച ശേഷം മാത്രമേ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുകയുള്ളൂ. അതിനുശേഷം മാത്രമേ അതിൽ നിന്നും മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയുള്ളൂ. എന്നാൽ ജീവിതത്തിൽ വിജയിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളൊക്കെയും വിലയിരുത്താൻ ശ്രമിക്കും. അതിലൂടെ അവർ സ്വന്തം ജീവിതത്തിൽ തിരുത്തലുകൾ കൊണ്ടുവരുന്നതായി കാണാൻ സാധിക്കും. നിങ്ങൾക്കും ഈ ഒരു കാര്യം ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ കഴിയും. ഇതിനായി ജീവിതത്തിൽ വിജയിച്ച മഹാന്മാരുടെ ആത്മകഥകൾ വായിക്കുന്ന ഒരു ശീലത്തിന് തുടക്കമിടാവുന്നതാണ്. 3. അസോസിയേറ്റ് വിത്ത് പീപ്പിൾ ഓഫ് ഹൈ മോറൽ. ജീവിത വിജയം നേടിയ വ്യക്തികൾ നല്ല സ്വഭാവമുള്ള, നല്ല ചിന്തകളുള്ള, പോസിറ്റീവ് മനോഭാവമുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നവരാണ്. ഇത്തരം ബന്ധങ്ങൾ അവർക്ക് ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായി കാണാൻ സാധിക്കും. നാം ആരോടൊക്കെ സൗഹൃദം സ്ഥാപിക്കുന്നു, സമയം ചിലവഴിക്കുന്നു എന്നീ കാര്യങ്ങൾ നമ്മുടെ ചിന്തയെയും ഭാവിയെയും തന്നെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതിനാൽ ഏതൊരു മേഖലയിലായാലും വിജയിക്കാൻ നമുക്ക് പോസിറ്റീവായ സുഹൃത്ത് വലയം അനിവാര്യമാണ്. 4. ഗീവ് മോർ ദാൻ യു ഗെറ്റ്. എല്ലായ്പ്പോഴും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ അധികമായി കൊടുക്കുവാൻ ശീലിക്കുക. എത്രമാത്രം നാം മറ്റുള്ളവർക്ക് നൽകുന്നുവോ അതിനേക്കാളും കൂടുതലായി നമ്മളിലേക്ക് വന്നു ചേരുമെന്ന ഒരു ബൂമറാങ് എഫക്റ്റിനെക്കുറിച്ച് ശിവ് ഖേര വ്യക്തമാക്കുന്നു. അതിനാൽ നമുക്കെപ്പോഴും കൂടുതലായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു എന്ന് കരുതുക. നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതലായി ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ചെയ്യുക. അത് ചാരിറ്റിയോ മറ്റു കാര്യങ്ങളോ ആയാലും കൂടുതലായി നൽകാനുള്ള മാനസിക അവസ്ഥയാണ് വിജയികൾക്ക് ഉണ്ടാകേണ്ടത്. 5. ഡോണ്ട് ലുക്ക് ഫോർ സംതിങ് ഫോർ നത്തിങ്. വെറുതെ സമയം കളയാനായി നിങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത്. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തു തന്നെയായാലും അവയ്ക്കൊക്കെ കൃത്യമായ അർത്ഥവും മൂല്യവും ഉണ്ടാകേണ്ടതുണ്ട്. നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ മിനിറ്റും വിലപ്പെട്ടതാണെന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ ശീലിക്കുക. മികച്ച റിസൾട്ട് ഉണ്ടാകുമെന്ന ചിന്തയോടെ ഏതൊരു കാര്യവും ചെയ്താൽ തീർച്ചയായും നമുക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ സമയവും അധ്വാനവും അനിവാര്യമായ കാര്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. 6. ആൾവേസ് ലുക്ക് ഫോർ ലോങ് ടൈംസ്. നിങ്ങൾ എന്തു ചെയ്താലും അതിൻ്റെ ദീർഘകാല നേട്ടങ്ങൾ എന്താണെന്ന് ഇപ്പോഴേ ചിന്തിക്കുക. വിദ്യാഭ്യാസമോ തൊഴിലോ ആയിക്കോട്ടെ, അവയിൽ ദീർഘകാലത്തേക്കായി മാത്രം നിങ്ങളുടെ സമയം, അധ്വാനം എന്നിവ വിനിയോഗിക്കുക. താൽക്കാലിക ലാഭങ്ങളോ വിജയങ്ങളോ നിങ്ങളെ മോഹിപ്പിക്കാൻ പാടില്ല. കുറഞ്ഞ കാലത്തിലെ ലാഭത്തിനായി ദീർഘകാലം നഷ്ടപ്പെടുത്തരുത്. ഏതൊരു തീരുമാനമെടുത്താലും അതിൻ്റെ ഭാവി എന്താണെന്ന് കണക്ക് കൂട്ടുക. ഇന്നും നാളെയും കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. 50 വയസ്സ് കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 25 വയസ്സ് കഴിയുമ്പോൾ ഞാൻ എന്തായിരിക്കും, എൻ്റെ ജീവിത നിലവാരം എന്തായിരിക്കും എന്ന് ഇപ്പോഴേ ചിന്തിക്കുക. നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾക്കും നമ്മുടെ ഭാവിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. കൃത്യമായ തീരുമാനങ്ങളാണ് ഒരു വ്യക്തിയുടെ വിജയം തീരുമാനിക്കുന്നത്. അതിനാൽ ഏതൊരു കാര്യത്തിൻ്റെയും എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിച്ച ശേഷമേ മുന്നോട്ട് പോകാവൂ. 7. ഇവാലുവേറ്റ് യുവർ സ്ട്രെങ്ത് ആൻഡ് ബിൽഡപ്പ് ഓൺ. നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. നമ്മളിൽ കൂടുതൽ പേരും ഇല്ലായ്മകളെക്കുറിച്ചാണ് കൂടുതലായി ചിന്തിക്കുക. മറ്റുള്ളവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് എന്ന് ചിന്തിച്ച് നിരാശപ്പെടരുത്. നിങ്ങൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അതിനാൽ ഇത്തരത്തിലുള്ള താരതമ്യത്തിന് സ്ഥാനമില്ല.
നാം നമ്മുടെ കഴിവുകളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ എല്ലായ്പ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക. ഇനി എങ്ങനെയാണ് ശുഭാപ്തി വിശ്വാസം നേടിയെടുക്കുക? ഇതിനായി 3 എളുപ്പവഴികൾ ശിവഖേര പറയുന്നുണ്ട്. ഏറ്റവും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം പ്രതീക്ഷിക്കുക. ഇത്തരത്തിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒപ്റ്റിമിസ്റ്റിക്കായി മുന്നേറാൻ സാധിക്കും. യു ക്യാൻ വിൻ. അതെ, നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കും. ശിവഖേര തൻ്റെ ദീർഘകാല പഠനത്തിൽ നിന്നും കണ്ടെത്തിയ സൂപ്പർ ട്രിക്കുകൾ നിങ്ങൾക്കും ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കി മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. വിജയികൾ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നു. കഥകൾ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഇൻസ്പിറേഷൻ കഥകളാവട്ടെ അതിലേറെ ഇഷ്ടമാണ്. ശിവഖേര വെളിപ്പെടുത്തുന്ന ടിപ്സ് പൂർണ്ണമായും കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ വ്യക്തിജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ മനോഭാവം. നിങ്ങൾ തിരഞ്ഞെടുത്ത കർമ്മരംഗം എന്തുതന്നെയായാലും ശരിയായ മനോഭാവമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ആറ്റിറ്റ്യൂഡ് മെച്ചപ്പെടുത്താനായി ശിവഖേര പറയുന്ന ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു നായാട്ടുകാരന് വെള്ളത്തിലൂടെ നടക്കാൻ കഴിയുന്ന അപൂർവ ഇനം വേട്ടനായയെ ലഭിച്ചു. അതിൻ്റെ അസാമാന്യ കഴിവ് തൻ്റെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് അയാൾക്ക് അതിയായ ആഗ്രഹം തോന്നി. വേട്ടക്കാരൻ തൻ്റെ ഒരു സുഹൃത്തിനെ വേട്ടയ്ക്കായി ക്ഷണിച്ചു. തുടർന്ന് അവർ നിരവധി പക്ഷികളെ വെള്ളത്തിലേക്ക് വെടിവെച്ച് വീഴ്ത്തുകയുണ്ടായി. ഒടുവിൽ അതിനെയെല്ലാം എടുത്തുകൊണ്ടുവരുവാൻ നായാട്ടുകാരൻ തൻ്റെ നായയ്ക്ക് നിർദ്ദേശം നൽകി. വെള്ളത്തിലൂടെ അനായാസം നടന്നുപോയി എല്ലാ പക്ഷികളെയും ആ നായ കരയ്ക്കെത്തിച്ചു. സ്വാഭാവികമായും തൻ്റെ സുഹൃത്തിൽ നിന്നും വേട്ടക്കാരൻ അഭിനന്ദനം പ്രതീക്ഷിച്ചു. പക്ഷേ അയാൾ ഒരൊറ്റ നല്ല വാക്ക് പോലും പറയുകയുണ്ടായില്ല. ഒടുവിൽ മടങ്ങുമ്പോൾ വേട്ടക്കാരൻ തൻ്റെ സുഹൃത്തിനോട് എൻ്റെ നായയിൽ എന്തെങ്കിലും അസ്വാഭാവികതകൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാരൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: അസാധാരണമായി ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. നിങ്ങളുടെ നായയ്ക്ക് നീന്താൻ അറിയില്ല. ഈ കഥ നൽകുന്ന ഗുണപാഠം ഇതാണ്: ചിലർ എപ്പോഴും ജീവിതത്തിൽ ദോഷം മാത്രമേ കാണുകയുള്ളൂ. എല്ലാ കാലത്തും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമായാണ് ഇത്തരക്കാർ ജീവിതം നയിക്കുക. പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാനില്ല എങ്കിൽ അവർ അസന്തുഷ്ടരായി കാണപ്പെടും. എപ്പോഴും സ്വയം പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, നല്ല കാര്യങ്ങൾ ഇതിനെയൊക്കെ മറന്നുകൊണ്ട് ദുഃഖകാര്യങ്ങൾ മാത്രം അവർ ഓർമ്മിക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനപ്രകാരം ഒരു വ്യക്തിക്ക് ജോലിയോ പ്രമോഷനോ ലഭിക്കുന്നതിൻ്റെ കാരണം 85% അയാളുടെ ആറ്റിറ്റ്യൂഡിനെ ആശ്രയിച്ചിരിക്കുന്നു. ബുദ്ധിക്കോ അറിവിനോ വെറും 15% മാത്രമേ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയുള്ളൂ. വിജയത്തിൻ്റെ അടിസ്ഥാനം തന്നെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളിൽ കൂടുതൽ പേരും ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ കേട്ടിട്ടുണ്ടാകും. ഗോലിയാത്ത് അതിശക്തനും ഭീമാകാരനുമായിരുന്നു. അയാളുടെ രൂപം തന്നെ എല്ലാവരെയും ഭയപ്പെടുത്താൻ പോന്നതാണ്. ഒരു ദിവസം ദാവീദ് തൻ്റെ സഹോദരനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഗോലിയാത്തിനെ പരാജയപ്പെടുത്താത്തത് എന്ന് ചോദിച്ചു. ഗോലിയാത്ത് വളരെ വലിപ്പമുള്ളയാളാണ്, അതുകൊണ്ട് തന്നെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ജ്യേഷ്ഠൻ അഭിപ്രായപ്പെട്ടു. വലിപ്പമുള്ളയാൾക്ക് അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ എന്നാണ് അപ്പോൾ ദാവീദ് ചിന്തിച്ചത്. പിന്നീട് നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വെറുമൊരു തെറ്റാലി കൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇവിടെ ഗോലിയാത്ത് ഒരു പൊതുവായ ശത്രുവായിരുന്നു. എന്നിരുന്നാലും ദാവീദിൻ്റെയും മറ്റുള്ളവരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനോഭാവം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറിയാൽ നെഗറ്റീവായ വ്യക്തിക്ക് ഒരുപക്ഷെ അതൊരു തടസ്സമായി മാറും. സക്സസ്, വിജയം യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല. ജീവിത വിജയം നേടിയ വ്യക്തികളുടെ പാത പിന്തുടരാനായാൽ നമുക്കും വിജയിക്കാൻ സാധിക്കും. വിജയിച്ച വ്യക്തികൾ ഒരു കാരണവശാലും അവരുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരും മഹാന്മാരുമായ വ്യക്തികൾ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. എന്നാൽ അവർ തങ്ങളുടെ പരാജയങ്ങളിൽ നിരാശരായി പിന്മാറാൻ തയ്യാറായില്ല. അവർ വിജയിക്കുന്നതുവരെ തങ്ങളുടെ പ്രയത്നം തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ ശിവഖേര നമുക്കായി ചില ചെറുകഥകൾ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു 21 വയസ്സുകാരൻ പയ്യൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു വീട് വിട്ടിറങ്ങി. എങ്കിലും തൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ പരാജയപ്പെട്ടു. തൊട്ടടുത്ത വർഷം ഇലക്ഷനിൽ മത്സരിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. പിന്നീട് തുടങ്ങിയ ബിസിനസ് ഒരിക്കൽ കൂടി പരാജയത്തിൽ കലാശിച്ചു.
26-ാം വയസ്സിൽ അയാളുടെ ഭാര്യ മരണമടഞ്ഞു. എങ്കിലും നിരാശനായി പിന്മാറാൻ അയാൾ തയ്യാറായില്ല. വീണ്ടും പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ചു. ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. ഒടുവിൽ തൻ്റെ 52-ാം വയസ്സിൽ ആ വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ വ്യക്തി മറ്റാരുമല്ല, ലോകത്തിലെ മഹാനായ നേതാവായി കാലം വാഴ്ത്തിയ സാക്ഷാൽ എബ്രഹാം ലിങ്കൺ തന്നെയാണ്. തോൽവിയിൽ മനം മടുത്ത് പിന്മാറാൻ തയ്യാറാകാത്തവർക്ക് മാത്രമേ വിജയം നേടിയെടുക്കാൻ കഴിയൂ. ഒരു വ്യക്തിയിൽ വിജയത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് അയാളുടെ ഭയമെന്ന വികാരം. ഇത് അരക്ഷിതാവസ്ഥ, കോൺഫിഡൻസ് ഇല്ലായ്മ എന്നീ നെഗറ്റീവ് ഗുണങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കാരണമാകും. യഥാർത്ഥത്തിൽ പരാജയമെന്ന ഭയം ഉടലെടുക്കുന്നത് നമ്മുടെ തെറ്റായ ധാരണകളിൽ നിന്നുമാണ്. തൻ്റെ 67-ാം വയസ്സിൽ തോമസ് ആൽവ എഡിസന്റെ ഫാക്ടറി അഗ്നിക്കിരയായി പൂർണ്ണമായും നശിച്ചു. തൻ്റെ വിലപ്പെട്ട സമ്പാദ്യം നഷ്ടപ്പെട്ട സമയത്തും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ദുരന്തങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, ഇതിനൊപ്പം അവയൊക്കെയും അഗ്നിക്കിരയാകട്ടെ. വീണ്ടും എല്ലാം പുനരാരംഭിക്കാൻ എനിക്ക് അവസരം നൽകിയ ദൈവത്തിന് നന്ദി. ഈ ഒരു സംഭവത്തിന് വെറും 3 ആഴ്ച കഴിഞ്ഞ് എഡിസൺ തൻ്റെ പ്രസിദ്ധമായ ഫോണോഗ്രാഫ് കണ്ടെത്തി. ഈ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് എഡിസനെ പോലെയുള്ള നിരവധി വിജയികളുടെ വിജയരഹസ്യം. സമാനമായി നിരവധി പരാജയങ്ങൾ മഹാന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായി ചരിത്രം വ്യക്തമാക്കുന്നു. കാറുകളുടെ രാജാവായിരുന്ന ഹെൻറി ഫോർഡ് 40-ാം വയസ്സിൽ സാമ്പത്തിക തകർച്ച നേരിട്ട് പാപ്പരായി മാറുകയുണ്ടായി. ലോകപ്രശസ്ത സംഗീതജ്ഞനായ വിധോവന്റെ കഴിവുകളെ ആദ്യകാലങ്ങളിൽ ആരും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണത്തിൽ 1000-ലേറെ തവണയാണ് പരാജയപ്പെടുകയുണ്ടായത്. തോൽവികൾ അനിവാര്യമാണ്, എന്നാൽ അവ നമുക്ക് പ്രചോദനമായി മാറേണ്ടതുണ്ട്. പലപ്പോഴും പരാജയം മുന്നോട്ടു പോകാനുള്ള ധൈര്യവും കരുത്തും നമുക്ക് നൽകാറുണ്ട്. ഓരോ പരാജയത്തിന് ശേഷവും നാം സ്വയം ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. ഇത് തടസ്സങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കി മാറ്റാൻ നമ്മെ സഹായിക്കുന്നു. ലോ ഓഫ് സെൽഫ് എസ്റ്റീം. ഒരിക്കലൊരു ഭിക്ഷക്കാരൻ കുറച്ച് പെൻസിലുകളുമായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷാടനത്തിനായി ഇരിക്കുകയായിരുന്നു. അതുവഴി കടന്നുപോയ ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ ഭിക്ഷക്കാരൻ്റെ പാത്രത്തിലേക്ക് ഒരു നാണയത്തൊട്ടിട്ടു. എന്നിട്ട് അയാൾ തൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. എന്നാൽ എന്തോ ആലോചിച്ചിട്ട് വാഹനത്തിൽ നിന്നും തിരികെ നടന്നു. ഭിക്ഷക്കാരൻ്റെ അടുത്തേക്ക് വന്ന് അയാളുടെ പാത്രത്തിൽ നിന്നും കുറച്ച് പെൻസിലുകൾ എടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഞാൻ നിങ്ങളുടെ കുറച്ച് പെൻസിലുകൾ എടുക്കാം. നമ്മൾ രണ്ടുപേരും എന്തെങ്കിലും തരത്തിൽ ബിസിനസ്സുകാരാണല്ലോ. ഇത്രയും പറഞ്ഞ ശേഷം അയാൾ യാത്രയായി. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഉദ്യോഗസ്ഥൻ ഒരു പാർട്ടിയിൽ പങ്കെടുത്തു. അവിടെ ആ ഭിക്ഷക്കാരനും കോട്ടും സ്യൂട്ടും ധരിച്ച് സുന്ദരനായി നിൽക്കുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥനെ കണ്ടയുടനെ തിരിച്ചറിഞ്ഞ അയാൾ അടുത്തേക്കെത്തി സ്വയം പരിചയപ്പെടുത്തി. ഒരുപക്ഷേ നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലായിരിക്കും, എന്നാൽ എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. എന്നിട്ട് പണ്ട് നടന്ന ആ ഒരു സംഭവം അയാൾ ഉദ്യോഗസ്ഥനെ ഓർമ്മപ്പെടുത്തി. എന്നാൽ ഉദ്യോഗസ്ഥൻ നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് അത്ഭുതത്തോടെ ചോദിച്ചു. ഇതിന് മറുപടിയായി ആ ഭിക്ഷക്കാരൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു. അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഭിക്ഷ നൽകിയപ്പോൾ എന്നോട് മാന്യമായാണ് പെരുമാറിയത്. പെൻസിലുകൾ എടുത്ത ശേഷം നാം എല്ലാവരും ഒരേ തരത്തിൽ ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞു. നിങ്ങൾ പോയ ശേഷം എന്തിനാണ് ഞാൻ ഭിക്ഷ യാചിക്കുന്നത് എന്ന് ആലോചിച്ചു. ജീവിതത്തിൽ ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അന്നു മുതൽ ഞാൻ ചെറിയ രീതിയിൽ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കാണുന്ന നിലയിൽ എത്തിച്ചേർന്നത്. നിങ്ങളുടെ മാന്യമായ വാക്കുകൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഈ ഒരു ചെറുകഥയ്ക്ക് നിരവധി ആശയങ്ങൾ നൽകാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇവിടെ ഭിക്ഷക്കാരന് എന്തു മാറ്റമാണുണ്ടായത്? ഉദ്യോഗസ്ഥൻ്റെ നിസ്സാരമായ വാക്കുകൾ അയാളിൽ ഉറങ്ങിക്കിടന്ന ആത്മാഭിമാനബോധം ഉണരാൻ കാരണമായി. അതിലൂടെ അയാളുടെ പ്രകടനം മെച്ചപ്പെട്ടു. ഓരോ വ്യക്തികൾക്കും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മാഭിമാനമെന്ന സ്വഭാവ ഗുണമുണ്ട്. ഓരോ വ്യക്തിക്കും വിജയിക്കാൻ സെൽഫ് എസ്റ്റീം അത്യാവശ്യമാണ്. നാം എന്താണെന്ന കൃത്യമായ വിലയിരുത്തൽ ഗുണകരമാണ്. നാം എന്തിനേയും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഉപേക്ഷിക്കുക. മറ്റെല്ലാവരും ചെയ്യുന്നു, വേറെ ആരും ചെയ്യുന്നില്ല തുടങ്ങിയ ചിന്തകൾ ഒഴിവാക്കുക. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തവർ തൻ്റെ ചുറ്റുമുള്ളവരെ കുറ്റപ്പെടുത്തുകയും വിധിയെ പഴിക്കുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ശീലം ചെറുപ്രായത്തിൽ തന്നെ പരിശീലിപ്പിക്കപ്പെടേണ്ടതാണ്. നാം നമ്മെക്കുറിച്ച് എന്താണോ കരുതുന്നത് അതിന് ജീവിതത്തിൽ കൃത്യമായ പ്രാധാന്യമുണ്ട്. ആത്മാഭിമാനം കുറഞ്ഞ വ്യക്തികൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക. ഇത്തരക്കാർ എല്ലാ കാര്യങ്ങളിലും വിമർശന ബുദ്ധി നിലനിർത്തുന്നവരാണ്. ആത്മാഭിമാനം നഷ്ടമാകുമ്പോൾ നമ്മളിൽ ഈഗോ എന്ന വികാരം ഉടലെടുക്കാൻ തുടങ്ങും.
ഇവിടെ ശിവഖേര പറയുന്ന ഒരു രസകരമായ കഥ ശ്രദ്ധിക്കാം. ഒരു ദിവസം ജോണി തൻ്റെ അമ്മയോട് ജിമ്മി ജനാലച്ചില്ലുകൾ തകർത്തുവെന്ന് പരാതിപ്പെട്ടു. എങ്ങനെയാണ് ജിമ്മി അത് ചെയ്തതെന്ന് അമ്മ ചോദിച്ചു. ജോണിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: അത് ഞാൻ ജിമ്മിയെ കല്ലെറിഞ്ഞു, അപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി, അങ്ങനെ കല്ല് ജനാലയിൽ പതിച്ചു. ഈ കഥ നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതെ തങ്ങളുടെ പ്രത്യേക അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരും. തൻ്റെ ദൗർബല്യങ്ങളെ കരുത്താക്കി മാറ്റുന്നതിലൂടെ ഏതൊരു വ്യക്തിക്കും വിജയം നേടാൻ കഴിയും. നമുക്ക് ഈ പുസ്തകത്തിലെ മറ്റൊരു ചിന്തിപ്പിക്കുന്ന കഥ കേൾക്കാം. ഒരിക്കലൊരു കഴുകൻ്റെ മുട്ട കോഴിയുടെ കൂട്ടിൽ എങ്ങനെയോ എത്തിപ്പെട്ടു. ഒടുവിൽ മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന കഴുകൻ കുഞ്ഞ് താനും ഒരു കോഴിക്കുഞ്ഞാണെന്ന് കരുതി വളർന്നു വന്നു. കൂട്ടിലെ മറ്റു കോഴികൾ ചെയ്യുന്നത് പോലെ തന്നെ കഴുകനും ചെയ്തു. അതും മണ്ണിൽ പുഴുക്കളെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരിക്കലും പറന്നുയരാനും ശ്രമിച്ചില്ല. തൻ്റെ കൂടെയുള്ള കോഴികൾ ചെയ്യുന്നത് മാത്രം കഴുകനും ചെയ്തു പോന്നു. ഒരു ദിവസം മറ്റൊരു കഴുകൻ ആകാശത്ത് മനോഹരമായി പറക്കുന്നത് കണ്ട അവൻ കോഴിയോട് ചോദിച്ചു, എന്താണ് ആ മനോഹരമായ പക്ഷി? കോഴി മറുപടി പറഞ്ഞു, അതൊരു കഴുകനാണ്. അവനൊരു മികച്ച പക്ഷിയാണ്. പക്ഷേ നമുക്ക് അവനെപ്പോലെ പറക്കാൻ കഴിയില്ല, കാരണം നമ്മൾ കോഴികളാണ്. കഴുകൻ അത് സത്യമാണെന്ന് വിശ്വസിച്ച് മറ്റൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ കഴുകൻ തൻ്റെ പൈതൃകത്തെ നഷ്ടപ്പെടുത്തി ഒരു സാധാരണ കോഴിയുടെ ജീവിതം നയിക്കുകയും മരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് ജയിക്കാനായിരുന്നു ജനിച്ചത്. പക്ഷേ തോൽക്കണമെന്ന ആത്മാഭിമാനം അതിനെ നഷ്ടപ്പെടുത്തി. നമ്മളിൽ പലരും കഴുകൻ കുഞ്ഞിനെ പോലെ തന്നെ നമ്മുടെ മൂല്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ജീവിക്കുന്നത്. നാം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, വിജയിക്കാനുള്ള മനോഭാവം, ആത്മാഭിമാനം എന്നീ 3 പ്രധാന കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പിന്തുടരുക. അതിലൂടെ വിജയത്തിൻ്റെ പാതയിൽ എത്തിച്ചേരുക. ഗ്രേറ്റ് ഫെയിലിയർ. എന്താണ് വിജയവും പരാജയവും? അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിയെ വിജയിയാക്കി മാറ്റുന്നത്? ചിലർക്ക് സമ്പത്തായിരിക്കും വിജയത്തിൻ്റെ അടിസ്ഥാനം. മറ്റു ചിലർക്ക് ആരോഗ്യമോ സന്തോഷമോ പ്രശംസയോ ഒക്കെയായിരിക്കും വിജയം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഏതൊരു വിജയത്തിനു പിന്നിലും അധികമാരും ശ്രദ്ധിക്കാത്ത മഹത്തരമായൊരു പരാജയം ഒളിഞ്ഞുകിടപ്പുണ്ടാവും. IBMന്റെ CEO ആയിരുന്ന ടോം വാട്സൺ വിജയത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഇഫ് യു വാണ്ട് ടു ബി സക്സസ്, ഡബിൾ യുവർ ഫെയിലിയർ റേറ്റ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ പരാജയത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. എത്ര തവണ പരാജയപ്പെടുന്നോ അത്രമാത്രം വിജയിക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ ഏതൊരു വിജയത്തിനു പിന്നിലും നിരന്തരമായ പരാജയങ്ങൾ കാണാൻ സാധിക്കും. കൂടുതൽ പേരും ഒരു വ്യക്തിയുടെ വിജയങ്ങൾ മാത്രം പരിഗണിക്കുകയും ഭാഗ്യം കൊണ്ടാണ് അയാളെ വിജയിച്ചതെന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. പുതിയൊരു യന്ത്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്ന സഹോദരന്മാരെക്കുറിച്ച് 1903 ന്യൂയോർക്ക് ടൈംസ് മാഗസിനിൽ അച്ചടിച്ചു വന്നത് ബുദ്ധിശൂന്യന്മാരായ സഹോദരർ എന്നായിരുന്നു. എന്നാൽ അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം അന്നേ വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു യന്ത്രം ആകാശത്തിലൂടെ വിജയകരമായി പറന്നു. ആ വിമാനം പറത്തിയിരുന്നത് പിൽക്കാലത്ത് റൈറ്റ് ബ്രദേഴ്സ് എന്നറിയപ്പെട്ട സഹോദരന്മാരായിരുന്നു. കടം വാങ്ങിയ $100 കേണൽ സാൻഡേഴ്സ് എന്ന 65-കാരൻ എന്തു ചെയ്യണമെന്നറിയാതെ ഒരിടത്തിരുന്ന് ആലോചിച്ചു. തൻ്റെ മാതാവിൻ്റെ പ്രത്യേക രുചിക്കൂട്ട് ഓർത്തെടുത്ത അയാൾ $100 ചെലവഴിച്ച് മനോഹരമായി ഭക്ഷണം പാകം ചെയ്തു. എന്നാൽ ആദ്യത്തെ ഓർഡർ ലഭിക്കാനായി അദ്ദേഹത്തിന് ഏകദേശം 1000-ലേറെ വാതിലുകൾ മുട്ടേണ്ടി വന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ശ്രമം KFC എന്ന ആഗോള ബ്രാൻഡായി മാറി. സാൻഡേഴ്സിൻ്റെ സ്ഥാനത്ത് നമ്മളാണെന്ന് കരുതുക. എത്ര വാതിലുകളിൽ മുട്ടാൻ തയ്യാറാകും? ഓരോരുത്തരും സ്വയമേ ചോദിച്ചു നോക്കുക. തൻ്റെ യൗവനകാലത്ത് വാൾട്ട് ഡിസ്നി എന്ന കാർട്ടൂണിസ്റ്റ് നിരന്തരം അവഗണന നേരിട്ടു. ഒടുവിൽ ഒരു ചെറു കുടിലിൽ താമസിക്കവേ അവിചാരിതമായി കാണാനിടയായ ഒരു ചെറിയ എലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മിക്കി മൗസ് എന്ന ചരിത്ര സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നത്. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പരാജയവും തിരിച്ചടികളും നേരിട്ടേക്കാം. എന്നാൽ നാം അവയൊക്കെയും മുന്നോട്ടു പോകാനുള്ള ഊർജമായി പരിഗണിക്കണം. ഓരോ തോൽവിയിലും നാം സ്വയമേ വിലയിരുത്തൽ നടത്തേണ്ടത് അനിവാര്യമാണ്. ഇതിൽ നിന്നും എനിക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ചിന്തിക്കുക. റെക്കഗ്നൈസ് ഓപ്പർച്യൂണിറ്റി. കൃത്യമായി അവസരങ്ങൾ വിനിയോഗിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ. അവസരങ്ങൾ എല്ലായ്പ്പോഴും നമ്മളിലേക്ക് വന്നു ചേരില്ല. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഓരോ അവസരങ്ങളും വ്യത്യസ്തമാണ്. ആദ്യത്തെ അവസരം കൃത്യമായി ഉപയോഗിച്ചില്ല എങ്കിൽ പിന്നീടുണ്ടാകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നായിരിക്കും. ഇവിടെ നമുക്ക് വേണ്ടി ശിവഖേര ഒരു കൃഷിക്കാരൻ്റെ കഥ പറയുന്നുണ്ട്. ആഫ്രിക്കയിലെ ഒരു ഗ്രാമത്തിൽ ഒരു കർഷകൻ ജീവിച്ചിരുന്നു.
അയാൾ തൻ്റെ ജീവിത നിലവാരത്തിൽ സന്തോഷവാനും സംതൃപ്തനുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം കർഷകൻ ജ്ഞാനിയായ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അയാൾ രത്നങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് കർഷകനോട് വിശദീകരിക്കുകയുണ്ടായി. വിരലിൻ്റെ വലിപ്പമുള്ള രത്നം ലഭിച്ചിരുന്നേൽ ഈ നഗരം മുഴുവൻ വാങ്ങാൻ കഴിയും. ഒരു കൈയുടെ വലിപ്പമുള്ള രത്നം ഉപയോഗിച്ച് ഈ രാജ്യം മുഴുവനായും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ജ്ഞാനി കർഷകനോട് പറഞ്ഞു. അന്നേ ദിവസം രാത്രിയിൽ കർഷകന് ഉറങ്ങാൻ സാധിച്ചില്ല. അയാൾ ആശങ്കാകുലനായും അസന്തുഷ്ടനായും കാണപ്പെട്ടു. പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന കർഷകൻ തൻ്റെ കൃഷിയിടം മുഴുവനായും മറ്റൊരാൾക്ക് വിറ്റ ശേഷം കുടുംബത്തെ ഉപേക്ഷിച്ച് അവിടെ നിന്നും യാത്രയായി. അന്നു മുതൽ അയാൾ വജ്രം തിരയാൻ തുടങ്ങി. എന്നാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം മുഴുവൻ തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ നിരാശനായി നാട്ടിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ സ്വത്തും കൃഷിയിടങ്ങളും നഷ്ടമായ അയാൾ അധികം വൈകാതെ ആത്മഹത്യ ചെയ്തു. കൃഷിയിടം പുതുതായി വാങ്ങിയ വ്യക്തി ഒരു ദിവസം ഒട്ടകങ്ങളെ കുളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ നദിക്കരയിൽ തിളങ്ങുന്ന ഒരു തരം കല്ലുകൾ കാണാനിടയായി. അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അയാൾ അതെടുത്ത് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുതിയ ഉടമസ്ഥൻ ജ്ഞാനിയായ വ്യക്തിയെ കാണാനിടയായി. ജ്ഞാനി പഴയ കർഷകനെക്കുറിച്ചും രത്നങ്ങളെക്കുറിച്ചും ചോദിച്ചു. നിങ്ങളുടെ കൈവശമുള്ള കല്ലുകൾ രത്നങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും പുതിയ ഉടമയ്ക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഒടുവിൽ അവർ ആ സ്ഥലം മുഴുവൻ തിരഞ്ഞപ്പോൾ ഏക്കർ കണക്കിന് രത്നങ്ങൾ പ്രദേശത്ത് കിടക്കുന്നതായി കാണാനിടയായി. ഈ കഥയിലൂടെ ചില ഗുണപാഠങ്ങളാണ് ശിവഖേര നമുക്കായി മാറ്റിവെക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എല്ലാം നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നാം നമുക്കുള്ള നല്ല ഗുണങ്ങളെയും നേട്ടങ്ങളെയും മറികടന്ന് മറ്റെന്തിനു വേണ്ടി ജീവിതം മുഴുവൻ തേടി നടന്ന് ഒടുവിൽ നിരാശരാകും. മലയാളത്തിൽ അക്കരപ്പച്ച എന്നൊരു ചൊല്ലുണ്ട്. നാം നമ്മുടെ നേട്ടങ്ങൾ മറക്കുന്നത് പതിവാണ്. എല്ലാ വ്യക്തികൾക്കും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ചില ഗുണങ്ങൾ ഉണ്ടാകും. എന്നാൽ ഈ കഴിവുകൾ അവഗണിച്ച് മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത് മാർക്കുകളോ ഗ്രേഡുകളോ അല്ല, പകരം അറിവും ബുദ്ധിശേഷിയുമാണ്. ഉയർന്ന ഡിഗ്രികൾ ഉള്ള ഒരു വ്യക്തിക്ക് പ്രായോഗിക ബുദ്ധി ഉണ്ടാകണമെന്നില്ല. പലരും വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിക്കുന്ന വിഷയങ്ങളെ അതുപോലെ തന്നെ പരീക്ഷയിൽ പകർത്തുക എന്നതാണ്. യഥാർത്ഥ വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് നമ്മുടെ തലച്ചോറിന് മാത്രമല്ല, മനസ്സിനും കൂടിയാണ്. ഇംഗ്ലീഷിൽ പ്രസിദ്ധമായ ഒരു പഴംചൊല്ല് ശിവഖേര ഇവിടെ പറയുന്നുണ്ട്. വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു മോഷ്ടാവ് ഒരുപക്ഷെ ട്രെയിൻ ബോഗിയിൽ നിന്നും മോഷണം നടത്തിയേക്കാം. പക്ഷേ വിദ്യാഭ്യാസം ലഭിച്ച മോഷ്ടാവ് ആ ട്രെയിൻ മുഴുവനായും കൊള്ളയടിച്ചേക്കാം. വിദ്യാഭ്യാസത്തിൻ്റെ അർത്ഥവും മൂല്യവും വ്യക്തമാക്കുന്ന ചില കഥകൾ നമുക്ക് പരിശോധിക്കാം. ഒരിക്കൽ വഴിയരികിൽ മധുര പലഹാരങ്ങൾ വിൽക്കുന്ന ഒരു മധ്യവയസ്കൻ കച്ചവടം നടത്തിയിരുന്നു. നിരക്ഷരനായിരുന്നതിനാൽ പത്രം വായിക്കുകയോ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ അയാൾക്ക് അറിവോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, കാഴ്ചശക്തിയും കേൾവിശക്തിയും കുറവായിരുന്നതിനാൽ റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ കാര്യങ്ങളിലും ശ്രദ്ധ നൽകിയിരുന്നില്ല. എന്നിരുന്നാലും കച്ചവടം ദിനംപ്രതി ഉയർന്നു വന്നു. അയാൾ കൂടുതൽ പലഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും തൻ്റെ സ്ഥാപനം വിപുലീകരിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കച്ചവടക്കാരൻ്റെ മകൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് പിതാവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ തുടങ്ങി. ഒരു ദിവസം വരാൻ പോകുന്ന ആഗോള സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് മകൻ പറയാനിടയായി. അതിനെക്കുറിച്ച് അറിവില്ലായിരുന്ന പിതാവ് മകനിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യം കാരണം കഷ്ടപ്പെടുമെന്നും നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും മകൻ പറഞ്ഞു. നാം ഇപ്പോഴേ അതിനായി ഒരുങ്ങിയിരിക്കണമെന്നും അവൻ കൂട്ടിച്ചേർത്തു. തൻ്റെ മകൻ്റെ വിദ്യാഭ്യാസത്തിൽ വിശ്വസിച്ച അയാൾ ആഗോള മാന്ദ്യത്തെ ചെറുക്കാൻ കച്ചവടം കുറയ്ക്കാൻ തുടങ്ങി. വിൽപ്പന കുറയ്ക്കുന്നതിലൂടെ വരാൻ പോകുന്ന നഷ്ടത്തിനെ മറികടക്കാൻ അയാൾ തീരുമാനിച്ചു. പലഹാരങ്ങൾ വാങ്ങാനായി വരുന്നവർക്ക് നേരത്തെ തീർന്നുപോയി എന്ന മറുപടി കേട്ട് നിരാശരായി. അധികം വൈകാതെ തന്നെ പലരും ആ സ്ഥാപനത്തെ അവഗണിക്കാൻ തുടങ്ങി. ഒടുവിൽ തീർത്തും കച്ചവടം ഇല്ലാതായി. എന്നിരുന്നാലും അയാൾ തൻ്റെ മകനെ അഭിനന്ദിച്ചു. കണ്ടില്ലേ, ഇതാ നമ്മളെയും സാമ്പത്തിക മാന്ദ്യം ബാധിച്ചിരിക്കുന്നു. നീ മുൻകൂട്ടി എനിക്ക് മുന്നറിയിപ്പ് നൽകിയത് എത്രമാത്രം ഗുണകരമായി. ഈ കഥയുടെ സാരാംശം എന്താണ്? പലപ്പോഴും നാം ബുദ്ധിശക്തിയെ പ്രായോഗിക ബുദ്ധിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഉയർന്ന അറിവുണ്ടായിരുന്നാലും കൂടുതൽ പേരും താരതമ്യേന നിലവാരം കുറഞ്ഞ കാഴ്ചപ്പാടുകളുമായാണ് ജീവിതം നയിക്കുന്നത്. നിങ്ങളുടെ തീരുമാനങ്ങളും ചിന്തകളും പ്രായോഗികതയുമായി ബന്ധമുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിനു മാത്രം ഒരു വ്യക്തിയിൽ വിജയിക്കാനുള്ള ഗുണങ്ങൾ ഉണ്ടാകാൻ കഴിയില്ല. എങ്കിലും ഔദ്യോഗിക വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇതിനായി ശിവഖേര നൽകുന്ന 5C എന്ന ട്രിക്ക് നമ്മളെ സഹായിക്കും. എന്താണ് 5C? 1. ക്യാരക്ടർ.
ഒരു വ്യക്തിയെ ഏതൊരു മേഖലയിലായാലും വിജയിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് അയാളുടെ നല്ല സ്വഭാവം. ഒരാളുടെ ക്യാരക്ടർ തീരുമാനിക്കുന്നത് അയാളുടെ മറ്റുള്ളവരുമായുള്ള പെരുമാറ്റമാണ്. സ്നേഹം, അനുകമ്പ, ദയ, ഉത്തരവാദിത്തം തുടങ്ങിയ ഗുണങ്ങൾ നല്ല സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കുന്നു. നമ്മുടെ മോശം സ്വഭാവം മറ്റുള്ളവർ നമ്മളിൽ നിന്നും അകലാൻ വഴിയൊരുക്കും. 2. കമ്മിറ്റ്മെൻറ്റ്. നാം ഏതൊരു മേഖലയിലാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൃത്യമായ പ്രതിബദ്ധത നൽകേണ്ടത് അനിവാര്യമാണ്. കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത പദ്ധതികൾ നിസ്സംശയം പരാജയത്തിൽ കലാശിക്കും. ഒരു വ്യക്തിക്ക് ആവശ്യമായ പ്രതിബദ്ധത ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അത് അയാളുടെ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. 3. കൺവിക്ഷൻ. നാം എന്താണ് ചെയ്യുന്നതെന്ന കൃത്യമായ ബോധ്യം വിജയത്തിലേക്ക് എത്തിക്കുന്ന മറ്റൊരു ഘടകമാണ്. നമ്മുടെ ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ ഇവയെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഊർജം, സമയം, അധ്വാനം ഇവയൊക്കെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ്. 4. കോർട്ടസി. ജീവിതത്തിൽ വിജയിച്ച മഹത് വ്യക്തികളെ പരിശോധിച്ചാൽ അവരെല്ലാം ഉയർന്ന അളവിൽ വിനയമുള്ളവരാണെന്ന് മനസ്സിലാകും. നാം എത്രത്തോളം ഉയരത്തിലെത്തുന്നോ അത്രമാത്രം വിനയം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവരുടെ വാക്കുകൾക്ക് വില നൽകാനും തയ്യാറാകണം. ഉറച്ച ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ വിനയം അത്യാവശ്യമായ ഒന്നാണ്. 5. കറേജ്. ധൈര്യം. ഈ വാക്കിന് നിരവധി മൂല്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ പല അവസരങ്ങളിലും നമുക്ക് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ധൈര്യമെന്ന ഗുണം വേണ്ടതുണ്ട്. ഭയം എന്ന വികാരം ഏതൊരു വ്യക്തിയെയും കീഴ്പ്പെടുത്തിയേക്കാം. എന്നാൽ അതിനെ മറികടക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ചില കഥകൾ നമുക്ക് പരിശോധിക്കാം. ഒരിക്കൽ കാട്ടിലെ മൃഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങി. പക്ഷി, മത്സ്യം, നായ, അണ്ണാൻ, മുയൽ, മന്ദബുദ്ധിയായ ഒരു ഈൽ എന്നിവരായിരുന്നു ആദ്യത്തെ വിദ്യാർത്ഥികൾ. പറക്കാനുള്ള കഴിവ്, മരം കയറ്റം, നീന്തൽ, മണ്ണ് തുരക്കൽ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ കരിക്കുലത്തിൻ്റെ ഭാഗമാക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചു. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ വിഷയങ്ങളും പഠിച്ചിരിക്കണമെന്ന നിയമവും നിർബന്ധിതമാക്കി. അങ്ങനെ പക്ഷി പറക്കൽ പരിശീലനം തുടങ്ങി. മികച്ച രീതിയിൽ പ്രകടനം നടത്തിയതിനാൽ A+ ഗ്രേഡ് ലഭിച്ചു. എന്നാൽ മണ്ണ് തുരക്കാൻ ശ്രമിക്കവേ ചിറകുകൾ തകരാറിലായി. നീന്തലിലും മരക്കയറ്റത്തിലും സമ്പൂർണ്ണ പരാജയമായി മാറി. അടുത്തതായി അണ്ണാൻ്റെ ഊഴമായിരുന്നു. അത് മരം കയറ്റത്തിൽ ഉയർന്ന മാർക്ക് നേടിയെങ്കിലും മറ്റുള്ള വിഷയങ്ങളിൽ പരാജയപ്പെട്ടു. സമാനമായ രീതിയിൽ മത്സ്യം, മുയൽ എന്നിവരും അവരുടേതായ മേഖലകളിൽ വിജയിച്ചെങ്കിലും മറ്റുള്ള വിഷയങ്ങളിൽ അമ്പയെ പരാജയമായി മാറി. ഇനി നായയാകട്ടെ കുരയ്ക്കാനുള്ള കഴിവ് പാഠ്യപദ്ധതിയിൽ ചേർക്കാത്തതിനാൽ തൻ്റെ പഠനം അവസാനിപ്പിച്ചു. ഇതേ സമയം മന്ദബുദ്ധിയായ ഈൽ എല്ലാ കാര്യങ്ങളും ചെറിയ രീതിയിൽ ചെയ്യുകയുണ്ടായി. ഒടുവിൽ മുഴുവൻ വിഷയങ്ങളിലും C ഗ്രേഡ് വാങ്ങി വിജയിച്ചു. സ്കൂൾ അധികൃതരും ടീച്ചർമാരും ഈലിൻ്റെ വിജയത്തെ അഭിനന്ദിച്ചു. നമ്മുടെ വിദ്യാഭ്യാസ രീതിയും പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ്. എല്ലാ വ്യക്തികൾക്കും ഓരോ വ്യത്യസ്ത കഴിവുകൾ ഉണ്ടായിരിക്കും. എന്നാൽ കൂടുതൽ പേരും അതൊക്കെ മറന്ന് മറ്റുള്ള കാര്യങ്ങളെ തേടി നടക്കും. നമ്മുടെ ശക്തി നാം മനസ്സിലാക്കുക. ദിവസം തോറും അതിൻ്റെ മൂർച്ച കൂട്ടുക. മറ്റുള്ളവരുടെ കഴിവുകളിലും നേട്ടങ്ങളിലും നാം അസൂയപ്പെടേണ്ടതില്ല. നമ്മളിൽ ഒളിഞ്ഞു കിടക്കുന്ന നമ്മുടെ ടാലൻറ്റ് കണ്ടെത്തി അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധ നൽകുക. ശിവഖേര യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിൽ പ്രകൃതിയിലെ മറ്റുള്ള ജീവജാലങ്ങളെയും ഉദാഹരണമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയായ ഹമ്മിങ് ബേർഡിന് ഒരു സെക്കൻഡിൽ 75 തവണ വരെ തുടർച്ചയായി ചിറക് വീശാൻ സാധിക്കും. ഈ ഒരു കഴിവ് അവയെ പൂക്കളിൽ നിന്നും തേൻ നുകരാൻ സഹായിക്കുന്നു. എന്നാൽ ഹമ്മിങ് ബേർഡിന് ഉയരത്തിൽ പറക്കാനോ ചരിഞ്ഞു പറക്കാനോ സാധിക്കില്ല. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. പക്ഷേ അവയ്ക്ക് പറക്കാനുള്ള കഴിവില്ല. എന്നാൽ മണിക്കൂറിൽ 50 മൈൽ വരെ വേഗത്തിൽ ഓടാൻ സാധിക്കും. സമാന രീതിയിൽ എല്ലാ പേർക്കും വ്യത്യസ്ത ഗുണങ്ങളാണ് ജന്മനാ ലഭിക്കുക. നാം നമ്മുടെ ശരിയായ ആറ്റിറ്റ്യൂഡ്, സ്വഭാവഗുണം എന്നീ കാര്യങ്ങളെ എല്ലാ കാലത്തും നിലനിർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്രദമായി വിനിയോഗിക്കുക. പർപ്പസ് ഓഫ് ലൈഫ്. ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായ നിരവധി ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ വ്യക്തമായി പരിശോധിച്ചാൽ എല്ലാം ചെന്നെത്തുന്നത് ഉദ്ദേശശുദ്ധി എന്ന ഒരൊറ്റ ആഗ്രഹത്തിലാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. നിങ്ങൾ ലോകം മുഴുവൻ സ്വന്തമാക്കിയാലും സ്വന്തം മനസാക്ഷിയെ ബോധ്യപ്പെടുത്താനായില്ലെങ്കിൽ എന്താണ് പ്രയോജനം? എന്തെങ്കിലും ലക്ഷ്യമോ ഉദ്ദേശമോ ഇല്ലാതെയുള്ള ജീവിതം മരണത്തിന് തുല്യമാണ്. നാം ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തുക. നമ്മുടെ അഭിനിവേശങ്ങളെ ലക്ഷ്യവുമായി ബന്ധിപ്പിക്കുക. ഓരോ ദിവസവും സ്വയമേ വിലയിരുത്തുക. ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ നിന്നും എത്രമാത്രം അകലെയാണെന്ന്.
ലക്ഷ്യപൂർത്തീകരണത്തെക്കാൾ ദുഷ്കരമാണ് സ്വന്തം ലക്ഷ്യത്തെ തിരിച്ചറിയുക എന്നത്. ലക്ഷ്യബോധവും ഉദ്ദേശശുദ്ധിയും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും അകലം പാലിക്കാനിടയാകും. സ്റ്റഡി as if you were live forever. Live as if you were to die tomorrow. ഇത് മഹാത്മാഗാന്ധിയുടെ മഹത്വവചനങ്ങളാണ്. എല്ലാ കാലത്തും ജീവിക്കാൻ കഴിയുന്നതുപോലെ വിദ്യാഭ്യാസം തുടരുക. തൊട്ടടുത്ത ദിവസം മരണത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുക. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജനിച്ചവരാണ്. എന്നാൽ വളരെ കുറച്ചാളുകൾ മാത്രമേ അവരുടെ കൃത്യമായ ജീവിത ലക്ഷ്യം കണ്ടെത്തുന്നുള്ളൂ. അത്തരക്കാർ മാത്രമായിരിക്കും എല്ലായ്പ്പോഴും വിജയിക്കുക. ഒരിക്കൽ ഒരാൾ ആൽബർട്ട് ഐൻസ്റ്റീനോട് ചോദിച്ചു, നാം എന്തിനാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, പ്രപഞ്ചം യാദൃച്ഛികമായി ഉണ്ടായതാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും സമാന രീതിയിൽ ജനിക്കുന്നതാണ്. എന്നാൽ പ്രപഞ്ചത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനും അർത്ഥമുണ്ട് എന്ന്. ഐ വുഡ് റാദർ ഫെയിൽ ഇൻ എ കോസ് ദാറ്റ് വിൽ അൾട്ടിമേറ്റ്ലി സക്സീഡ് ദാൻ സക്സീഡ് ഇൻ എ കോസ് ദാറ്റ് വുഡ് അൾട്ടിമേറ്റ്ലി ഫെയിൽ. ഒരു വിജയം പരാജയത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതിലുപരിയായി ഇപ്പോൾ പരാജയപ്പെട്ടാലും ഒടുവിൽ വിജയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസന്റെ വാക്കുകളാണിത്. മോശം സാഹചര്യങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ദരിദ്ര ജീവിതം നയിക്കുന്നതിനുമുള്ള ഒഴിവുകഴിവുകളായി പരിഗണിക്കാൻ കഴിയില്ല. മൂല്യങ്ങളും ധാർമ്മികതയും നല്ല സമയങ്ങൾക്കായി മാത്രമല്ല, മോശം സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി കൂടി ഉണ്ടായിട്ടുള്ളതാണ്. കാഴ്ചയിൽ നല്ലൊരു വ്യക്തിയായി തോന്നിയാലും ഒരാൾ ധാർമ്മികമായി നല്ലവനാകണമെന്നില്ല. ഒരു വ്യക്തി മറ്റുള്ളവരോട് ഇടപഴകുന്നത് നല്ല സ്വഭാവമുള്ളവനായി തോന്നിക്കാം. എന്നാൽ വഞ്ചനയും മറ്റ് കള്ളത്തരങ്ങളും അയാളുടെ മുഖംമൂടിക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടാകും. മാന്യത സാമൂഹിക സ്വീകാര്യതയെ പ്രതിഫലിപ്പിക്കുന്നു. നിയമസാധുതയും ധാർമ്മികതയും തീർത്തും വ്യത്യസ്തമാണ്. ചില കാര്യങ്ങൾ നിയമപരമാണെങ്കിലും മനസ്സാക്ഷിക്ക് വിരുദ്ധമായിരിക്കണം. ഉദാഹരണത്തിന്, ഒരു ഇൻഷുറൻസ് ഏജന്റ് കൂടുതൽ കമ്മീഷൻ ലഭിക്കാനായി ഏറ്റവും അനുയോജ്യമായ പോളിസിക്ക് പകരം തെറ്റായ തരത്തിലുള്ള പോളിസി ഒരാൾക്ക് വിൽക്കുന്നു. ഇത് നിയമപരമായിരിക്കാം, പക്ഷേ അനീതിയാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. ഒരു വ്യക്തി വേഗപരിധിയും മറ്റ് ട്രാഫിക് നിയമങ്ങളും മറികടന്ന് അതിവേഗം വാഹനം ഓടിക്കുന്നു. കാറിന്റെ പിൻസീറ്റിൽ ചോരയൊലിക്കുന്ന തൻ്റെ കുട്ടിയുമായി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്താനുള്ള ശ്രമത്തിലാണ് അയാൾ. ഇവിടെ അയാൾ നിയമം ലംഘിക്കുന്നു. എന്നിരുന്നാലും കൃത്യമായ സമയത്ത് വൈദ്യസഹായം ലഭിക്കാത്തത് അനീതിയാണ്. നിയമം ലംഘിച്ചാൽ പോലും കുട്ടിയുടെ ജീവനാണ് പ്രധാനം. നിയമസാധുത പലപ്പോഴും മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുന്നു. അതേസമയം ധാർമ്മികതയും മറ്റു മൂല്യങ്ങളും എല്ലാറ്റിനും മുകളിലാണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെയും അവകാശങ്ങളെയും മാനിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ മൂല്യം വ്യക്തമാകുന്നത്. ദ വിന്നിംഗ് എഡ്ജ്. സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഗോൾ. വിലയേറിയ ഒരു ലക്ഷ്യത്തിൻ്റെ പുരോഗതിയുള്ള സാക്ഷാത്കാരമാണ് വിജയം. ഏൾ നൈറ്റിംഗേലിൻ്റെ ഈ നിർവചനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. വിജയമെന്നത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാണ്, എന്നാൽ അതൊരിക്കലും ലക്ഷ്യസ്ഥാനമല്ല. വിജയിക്കുന്ന ഒരു വ്യക്തി ഒരു ലക്ഷ്യത്തിൽ നിന്നും അടുത്തതിലേക്കും അവിടെ നിന്നും മറ്റൊന്നിലേക്കും സഞ്ചരിക്കുന്നു. വിജയമെന്നത് സാക്ഷാത്കാരം എന്ന അനുഭവമാണ്. ബാഹ്യശക്തികൾക്ക് ഒരിക്കലും നിങ്ങളെ വിജയിപ്പിക്കാൻ കഴിയില്ല. വിജയമെന്നത് ഒരാൾ അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും തന്നെ അനുഭവിക്കേണ്ട ഒന്നാണ്. ലക്ഷ്യങ്ങൾ പ്രധാനമാണ്, കാരണം അവ നമുക്ക് ദിശാബോധം നൽകുന്നു. വിജയം എന്നതിനർത്ഥം എല്ലാവരും അംഗീകരിക്കുക എന്നതല്ല. നാം പൂർണ്ണതയ്ക്കല്ല, മികവിനായാണ് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ മേഖലയിൽ അത് ജോലിയോ വിദ്യാഭ്യാസമോ ആയിക്കൊള്ളട്ടെ, അവിടെ പൂർണ്ണത കൈവരിക്കാൻ ശ്രമിച്ചാൽ പരാജയമായിരിക്കും സംഭവിക്കുക. നമുക്ക് വിജയിക്കാൻ വേണ്ടത് നേരിയ ഒരു പുരോഗതി മാത്രമാണ്. കുതിരയോട്ട മത്സരങ്ങളിൽ വിജയിക്കുന്ന കുതിര ആ മത്സരത്തിലെ മറ്റു കുതിരകളേക്കാൾ 5-10 മടങ്ങ് വേഗതയുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തീർച്ചയായുമില്ല. അത് സാധ്യവുമല്ല. ഇവിടെ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഉണ്ടാകുന്നത്, എന്നാൽ പ്രതിഫലം ഉയർന്നതാണ്. നമ്മുടെ ജീവിതത്തിലും സമാന രീതിയിൽ തന്നെയാണ് സംഭവിക്കുന്നത്. വിജയിച്ച ആളുകൾ പരാജയപ്പെടുന്ന ആളുകളേക്കാൾ 10 ഇരട്ടി മികച്ചതല്ല. ഒരു മേഖലയിൽ മറ്റുള്ളവരെക്കാൾ 1000 മടങ്ങ് മികച്ചവനാകാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. വെറും 1% വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് വിജയങ്ങളോ പരാജയങ്ങളോ ഉണ്ടാകാവുന്നത്. പ്രയത്നമില്ലാതെ വിജയമില്ല.
ഇവിടെ ശിവഖേര നമുക്കായി ഒരു കഥ പറയുന്നുണ്ട്. ഒരു ബയോളജി ടീച്ചർ തൻ്റെ വിദ്യാർത്ഥികളെ ഒരു കാറ്റർപില്ലർ എങ്ങനെ ചിത്രശലഭമായി മാറുന്നുവെന്ന് പഠിപ്പിക്കുകയായിരുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ചിത്രശലഭം കൊക്കൂണിൽ നിന്നും പുറത്തു വരുമെന്നും പക്ഷേ ആരും അതിനെ സഹായിക്കരുത് എന്നും പറഞ്ഞ ശേഷം ടീച്ചർ അവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോയി. വിദ്യാർത്ഥികൾ അക്ഷമരായി കാത്തിരുന്നു. ഒടുവിൽ അത് സംഭവിച്ചു. ചിത്രശലഭം പുറത്തു കടക്കാൻ തുടങ്ങി. എന്നാൽ അത് കൊക്കൂണിൽ നിന്നും പുറത്തു കടക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. വിദ്യാർത്ഥികളിൽ ഒരാൾ അതിൽ സഹതപിക്കുകയും ചിത്രശലഭത്തെ സഹായിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. തൻ്റെ അധ്യാപകന്റെ ഉപദേശത്തിന് വിരുദ്ധമായി അവൻ കൊക്കൂണിൽ നിന്നും ചിത്രശലഭത്തെ പുറത്തെടുത്തു. എന്നാൽ അധികം താമസിയാതെ ആ ചിത്രശലഭം ചത്തുപോയി. ടീച്ചർ തിരിച്ചെത്തിയപ്പോൾ കുട്ടികൾ സംഭവിച്ചതെല്ലാം പറഞ്ഞു. അദ്ദേഹം ആ വിദ്യാർത്ഥിയോട് കാര്യങ്ങൾ വിശദീകരിച്ചു. ചിത്രശലഭത്തെ സഹായിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിനെ കൊല്ലുകയാണ് ചെയ്തത്. കൊക്കൂണിൽ നിന്നും പുറത്തു വരാനുള്ള പോരാട്ടം യഥാർത്ഥത്തിൽ അതിൻ്റെ ചിറകുകൾ വികസിപ്പിക്കാനും ബലപ്പെടാനും അതിനെ സഹായിക്കുന്നു. നീ ചിത്രശലഭത്തിൻ്റെ പോരാട്ടത്തെ തടസ്സപ്പെടുത്തിയതിനാൽ അത് മരണപ്പെട്ടു. ഈ തത്വം നാം നമ്മുടെ ജീവിതത്തിലും പ്രയോഗിക്കുക. ജീവിതത്തിൽ വിലപ്പെട്ടതൊന്നും കഠിനാധ്വാനം കൂടാതെ ലഭിക്കുന്നില്ല. വാട്ട് മണി വോണ്ട് ബൈ. ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ നമുക്ക് കാശു കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. മൂല്യവത്തായ ഏതൊരു പ്രവൃത്തിയെയും കോടിക്കണക്കിന് രൂപ കൊണ്ട് അളക്കാൻ സാധിക്കില്ല. യഥാർത്ഥ മൂല്യത്തിന് വില കൽപ്പിക്കാനുമാകില്ല. ഒരു വ്യക്തി സമ്പത്തുള്ളവനായിരിക്കുന്നത് മഹത്തരമാണ്. എന്നാൽ ധനം സമ്പാദിക്കാനുള്ള മാർഗത്തിൽ പണം നൽകി വാങ്ങാൻ സാധിക്കാത്ത കാര്യങ്ങളെ നഷ്ടപ്പെടുത്തരുത്. സമ്പത്തിന് ഒരാളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കാൻ സാധിക്കില്ല. മറ്റൊരാളുടെ നല്ല സ്വഭാവം, ആത്മാഭിമാനം തുടങ്ങിയവ നമുക്കൊരിക്കലും പണം നൽകി വാങ്ങാൻ കഴിയില്ല. സമ്പത്തുണ്ടെങ്കിൽ ഒരു കട്ടിൽ വാങ്ങാൻ കഴിയും, എന്നാൽ ഉറക്കം വാങ്ങാൻ കഴിയില്ല. ക്ലോക്ക് വാങ്ങാൻ കഴിയും, സമയം വാങ്ങാൻ കഴിയില്ല. ആഹാരം വാങ്ങാൻ സാധിക്കും, വിശപ്പ് വാങ്ങാൻ സാധിക്കില്ല. മരുന്ന് വാങ്ങാൻ സാധിക്കും, എന്നാൽ ഒരിക്കലും കാശു കൊടുത്ത് ആരോഗ്യം സ്വന്തമാക്കാൻ സാധിക്കില്ല. നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ അതാത് സമയത്ത് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടും. എന്ത് നിസ്സാര കാര്യമായാലും അധ്വാനമില്ലാതെ ലഭിക്കാനിടയായാൽ കൂടുതൽ പേരും അതിൻ്റെ യഥാർത്ഥ മൂല്യം മനസ്സിലാക്കാൻ തയ്യാറാകില്ല. അതുപോലെ തന്നെ ഏതൊരു കാര്യവും, അത് സമ്പത്താകട്ടെ മറ്റു സൗഭാഗ്യങ്ങളാകട്ടെ, എത്രയധികം ലഭിച്ചിരുന്നാലും നാം അതുകൊണ്ട് പൂർണ്ണമായും തൃപ്തിപ്പെടാറില്ല. ഇവിടെ ഉദാഹരണമായി മിഡാസ് എന്ന രാജാവിൻ്റെ കഥ ശിവഖേര പറയുന്നുണ്ട്. ഗ്രീസിലെ അതിസമ്പന്നനായ രാജാവായിരുന്നു മിഡാസ്. അത്യാഗ്രഹിയായിരുന്ന അദ്ദേഹം തൻ്റെ സ്വർണശേഖരം ദിനംപ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം തൻ്റെ സ്വർണ്ണ നാണയങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് ഒരു അപരിചിതൻ കടന്നു വന്നു. അയാൾ മിഡാസ് രാജാവിന് ഒരു വരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. താൻ തൊടുന്നതൊക്കെയും സ്വർണമായി മാറാനുള്ള വരമാണ് രാജാവ് ആവശ്യപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം മുതൽ അങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ ശേഷം അപരിചിതൻ അപ്രത്യക്ഷമായി. പിറ്റേ ദിവസം അതിരാവിലെ ഉണർന്ന രാജാവ് തൻ്റെ കട്ടിലിൽ അറിയാതെ തൊടാനിടയായി. അതോടെ ആ കട്ടിൽ സ്വർണമായി മാറി. അതീവ സന്തോഷവാനായ രാജാവ് കാണുന്നതൊക്കെയും തൻ്റെ അത്ഭുത സിദ്ധി കൊണ്ട് സ്വർണമാക്കി മാറ്റാൻ തുടങ്ങി. അല്പസമയത്തിനകം മിഡാസ് രാജാവ് പ്രാതൽ കഴിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്പർശനമേറ്റതോടെ ആഹാരവും വെള്ളവുമൊക്കെ സ്വർണമായി മാറുകയുണ്ടായി. അതോടെ രാജാവിന് തൻ്റെ തീരുമാനത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലായി. ഇതേ സമയം ഈ കാര്യങ്ങളൊന്നും അറിയാതെ രാജകുമാരി തൻ്റെ പിതാവിനെ ആലിംഗനം ചെയ്യാനിടയായി. തൽക്ഷണം തന്നെ അവൾ ഒരു സ്വർണ്ണ പ്രതിമയായി മാറി. അതോടെ രാജാവ് ഭയചകിതനായി കരയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും വരം നൽകിയ അപരിചിതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നൽകിയ സുവർണ സ്പർശത്തിൽ സന്തോഷവാനാണോ എന്നയാൾ രാജാവിനോട് ചോദിച്ചു. ഞാനതിൽ ഇപ്പോൾ ഏറ്റവും അധികം ദുഃഖിക്കുന്നു എന്ന് രാജാവ് മറുപടി നൽകി. അപരിചിതൻ ചോദിച്ചു, ഭക്ഷണവും മകളുടെ സ്നേഹവുമാണോ നിങ്ങൾക്ക് വലുത്, അതോ സ്വർണ്ണക്കട്ടികളാണോ? രാജാവ് കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സ്വർണം മുഴുവൻ നിങ്ങൾക്ക് നൽകാം. ദയവായി എൻ്റെ മകളെ എനിക്ക് തിരികെ നൽകുക. എന്തെന്നാൽ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ മുൻപത്തേക്കാൾ ജ്ഞാനിയായിരിക്കുന്നു, അപരിചിതൻ രാജാവിനോട് പറഞ്ഞു. എന്നിട്ടയാൾ തൻ്റെ വരം പിൻവലിച്ചു. ഉടനെ തന്നെ രാജാവിന് തൻ്റെ മകളെ തിരിച്ചു കിട്ടി. ഇതിലൂടെ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കേണ്ട ഒരു പാഠം മിഡാസ് രാജാവ് പഠിക്കുകയുണ്ടായി. തെറ്റായ മൂല്യങ്ങൾ ഒരു വ്യക്തിയെ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് ലഭിക്കാത്തതിനേക്കാൾ വലിയ നിരാശ സൃഷ്ടിക്കും. നമ്മുടെ തെറ്റായ തീരുമാനങ്ങൾ മാറ്റാൻ രണ്ടാമതൊരവസരം ലഭിച്ചേക്കില്ല. ജീവിതത്തിൽ റീപ്ലേകളില്ല,
മിഠാസ് രാജാവിന് ലഭിച്ചതുപോലെ ഒരു അവസരം നമുക്ക് ലഭിക്കില്ല. നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളുടെ കൃത്യമായ മൂല്യം വിലയിരുത്തുക. അനിവാര്യമായവ മാത്രം ആഗ്രഹിക്കുന്ന സ്വഭാവം വളർത്തിക്കൊണ്ടുവരിക. ഏതൊരു മേഖലയിലും വിജയം നിങ്ങളെ തേടിയെത്തും. ടു റീസൺസ് ഫോർ ഫെയില്യുവർ. പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയായി പരിഗണിക്കാമെങ്കിലും ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ നിന്നും പരാജയത്തെ അകറ്റി നിർത്തേണ്ടതുണ്ട്. ഏതൊരു പ്രവർത്തനത്തിലും തോൽവികൾ ഉണ്ടാകാൻ നിരവധി കാരണങ്ങളുണ്ട്. എന്നാൽ ശിവഖേര പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന 2 പരാജയ കാരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അൺവില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക് എടുക്കാൻ തയ്യാറാകാത്ത സ്വഭാവം ഒരു വ്യക്തിയെ പരാജയത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. ഒരിക്കൽ ഒരാൾ ഒരു കർഷകനോട് ചോദിച്ചു, നിങ്ങൾ ഈ സീസണിൽ ഗോതമ്പ് നട്ടിട്ടുണ്ടോ എന്ന്. ഇല്ല, മഴ പെയ്താലോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്ന് കർഷകൻ മറുപടി പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എന്നാൽ നിങ്ങൾ ചോളമാണോ കൃഷി ചെയ്തത് എന്ന്. കർഷകൻ പറഞ്ഞു, ഇല്ല, പ്രാണികൾ ധാന്യം തിന്നുമെന്ന് ഞാൻ ഭയപ്പെട്ടു. ഒടുവിൽ ആ മനുഷ്യൻ ചോദിച്ചു, അപ്പോൾ എന്താണ് നീ കൃഷി ചെയ്തത്? കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ ഒരു കൃഷിയും ചെയ്തില്ല. ഞാൻ സുരക്ഷിതമായി ബുദ്ധിപൂർവം പ്രവർത്തിച്ചു. റിസ്ക് എടുക്കുക എന്നതിനർത്ഥം മണ്ടത്തരമായി ചൂതാട്ടം നടത്തുകയെന്നോ നിരുത്തരവാദിത്വപരമായി പെരുമാറുകയെന്നോ അല്ല. ആളുകൾ ചിലപ്പോൾ മോശമായ തീരുമാനമെടുത്ത് ഒടുവിൽ പരാജയപ്പെടുകയും അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. റിസ്ക് എടുക്കുമ്പോഴുള്ള അപകട സാധ്യത എന്ന ആശയം ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇതിന് കാരണം പരിശീലനമാണ്. പരിശീലനം സിദ്ധിച്ച ഒരു പർവ്വതാരോഹകനും ഒരു തുടക്കക്കാരനും മലകയറ്റം അപകടകരമാണ്. എന്നാൽ പരിശീലനം ലഭിച്ച വ്യക്തിക്ക് ഇത് നിരുത്തരവാദിത്വപരമായ റിസ്ക് ഏറ്റെടുക്കലല്ല, ഉത്തരവാദിത്വമുള്ള പ്രവൃത്തിയാണ്. ലാക്ക് ഓഫ് പെർസിസ്റ്റൻസ്. എ മാൻ ഇസ് എ ഹീറോ നോട്ട് ബിക്കോസ് ഹീ ഈസ് ബ്രേവർ ദാൻ എനിവൺ എൽസ് ബട്ട് ബിക്കോസ് ഹീ ഈസ് ബ്രേവ് ഫോർ 10 minutes ലോങ്ങർ. ഒരു മനുഷ്യൻ നായകനാകുന്നത് അവൻ മറ്റാരെക്കാളും ധീരനായതുകൊണ്ടല്ല, മറിച്ച് അവൻ വെറും 10 മിനിറ്റ് ദൈർഘ്യത്തേക്ക് ധീരനായതുകൊണ്ടാണ്. അമേരിക്കൻ എഴുത്തുകാരനായ റാൽഫ് വാൾഡോ എമേഴ്സന്റെ വാക്കുകളാണിത്. സ്ഥിരോത്സാഹമില്ലാതായാൽ ഒരു പ്രവർത്തനങ്ങളിലും നമുക്ക് വിജയിക്കാനാകില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതായി തോന്നുമ്പോൾ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗമെന്ന് കൂടുതൽ പേരും കരുതുന്നു. വിജയികൾക്കും ജീവിതത്തിൽ തിരിച്ചടികൾ നേരിടാറുണ്ട്, പക്ഷേ അതവരെ തളർത്താറില്ല. കൂടുതൽ ആളുകളും പരാജയപ്പെടുന്നത് അവർക്ക് അറിവോ കഴിവോ ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ തങ്ങളുടെ ശ്രമം ഉപേക്ഷിക്കുന്നതുകൊണ്ടാണ്. സ്ഥിരത, ചെറുത്തുനിൽപ്പ് എന്നീ 2 വാക്കുകളിലാണ് വിജയത്തിൻ്റെ പൂർണ്ണ രഹസ്യം. ചേഞ്ച് ഫോക്കസ്, ലുക്ക് ഫോർ ദ പോസിറ്റീവ്. എല്ലായ്പ്പോഴും ജീവിതത്തിലെ പോസിറ്റീവ് കാര്യങ്ങളാണ് ഒരു വ്യക്തി ഫോക്കസ് നൽകേണ്ടത്. മറ്റുള്ള വ്യക്തികളിലോ സാഹചര്യങ്ങളിലോ എന്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ശരിയെ തിരയുക. പോസിറ്റീവായ കാര്യങ്ങളിൽ ഫോക്കസ് നൽകുക എന്നതിൻ്റെ അർത്ഥം തെറ്റുകളെ അവഗണിക്കുക എന്നല്ല, മറിച്ച് ജീവിതത്തിലെ ശരികൾ തിരയുക എന്നതാണ്. കൃത്യമായ ഫോക്കസിനെ കുറിച്ചുള്ള ഒരു കഥ കേട്ടാലോ? വർഷങ്ങൾക്ക് മുൻപ് സ്കോട്ട്ലൻഡുകാരനായ ആൻഡ്രൂ കാർണഗി എന്ന ചെറുപ്പക്കാരൻ അമേരിക്കയിലേക്ക് കുടിയേറി. അദ്ദേഹത്തിൻ്റെ തുടക്കകാലം വളരെ ദുഷ്കരമായിരുന്നു. എന്നാൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ഒടുവിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളിൽ ഒരാളായി മാറി. ഒരു കാലത്ത് 43 കോടീശ്വരന്മാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു. ഒരിക്കൽ ഒരു വ്യക്തി ആൻഡ്രൂവിനോട്, നിങ്ങൾ എങ്ങനെയാണ് ആളുകളുമായി ഇടപഴകുന്നത്? എന്താണ് നിങ്ങളുടെ വിജയരഹസ്യം എന്ന് ചോദിച്ചു. ആൻഡ്രൂ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ്: മറ്റുള്ള വ്യക്തികളുമായി ഇടപഴകുക എന്നത് സ്വർണ്ണ ഖനനം പോലെയാണ്. നിങ്ങൾക്ക് 1 ഔൺസ് സ്വർണം ലഭിക്കാൻ ടൺ കണക്കിന് മാലിന്യം നീക്കം ചെയ്യേണ്ടി വരും. പക്ഷേ ഖനനം ചെയ്യുമ്പോൾ നിങ്ങൾ മാലിന്യത്തിനെ അല്ല, സ്വർണത്തിനെയാണ് അന്വേഷിക്കേണ്ടത്. പരിശ്രമം എത്രത്തോളം കഠിനമാണെങ്കിലും നമ്മുടെ ഫോക്കസ് വിജയം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കണം. ആൻഡ്രൂ കാർഗിയുടെ മറുപടി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. നിങ്ങളുടെ ഫോക്കസ് എന്തിലാണെന്ന് കൃത്യമായി വിലയിരുത്തുക. നിങ്ങൾ സ്വർണം കുഴിക്കുന്ന ആളാവുക. അതായത് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്താണ് തെറ്റ് എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റായ ആളുകളെയോ പ്രവർത്തനങ്ങളെയോ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. ഓരോ വ്യക്തിയിലും പോസിറ്റീവായ എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും. ഒരുപക്ഷേ അത് കണ്ടെത്താൻ നമുക്ക് ആഴത്തിൽ ഖനനം നടത്തേണ്ടി വന്നേക്കാം. മറ്റുള്ളവരിൽ എന്താണ് തെറ്റ് എന്ന് അന്വേഷിക്കുന്നത് നമ്മളിൽ കൂടുതൽ പേരും ശീലമാക്കി മാറ്റിയിരിക്കുന്നു. പോസിറ്റീവ് കാര്യങ്ങളെ കണ്ടെത്താൻ നാം മറന്നുപോയി എന്നതാണ് വാസ്തവം. ഇംഗ്ലീഷിൽ ഒരു പ്രസിദ്ധമായ ചൊല്ലുണ്ട്:
പ്രവർത്തനരഹിതമായ ക്ലോക്ക് പോലും ദിവസത്തിൽ 2 തവണ ശരിയായ സമയം കാണിക്കുന്നു. പലപ്പോഴും ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നിങ്ങൾ സ്വർണം തേടി പോകുമ്പോൾ ടൺ കണക്കിന് മാലിന്യം നീക്കേണ്ടി വരുമെന്ന് ഓർക്കുക. എന്നാൽ അന്തിമമായി ലഭിക്കുന്നത് ഏറ്റവും മൂല്യവത്തായ വിലയേറിയ ഒന്നാണ്. ഇന്നു മുതൽ നെഗറ്റീവ് കാര്യങ്ങളെ അന്വേഷിക്കുന്നത് അവസാനിപ്പിക്കുക. പകരം സ്വർണമാകുന്ന പോസിറ്റിവിറ്റിയെ തിരയുക. നെഗറ്റീവ് പീപ്പിൾ വിൽ ആൾവേസ് ക്രിട്ടിസൈസ്. നെഗറ്റീവ് മനസ്സുള്ള ആളുകൾ എല്ലായ്പ്പോഴും വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഏതു പക്ഷത്താണെന്നത് പ്രശ്നമല്ല. അവർ എപ്പോഴും നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കും. വിമർശനം എന്നത് പലരും ഒരു കരിയറായി കൊണ്ടു നടക്കുന്നതായി കാണാൻ കഴിയും. ഒരു മത്സരത്തിലാണ് എന്നതുപോലെ അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ ശ്രമിക്കും. ഇത്തരം വ്യക്തികളെ കുടുംബങ്ങളിലും ഓഫീസിലും സൗഹൃദങ്ങളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ നിങ്ങളുടെ തെറ്റ് കണ്ടെത്തുകയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഇത്തരം വ്യക്തികളെ ശിവഖേര വിളിക്കുന്ന പേരാണ് എനർജി സർക്കേഴ്സ് അഥവാ ഊർജം വലിച്ചെടുക്കുന്നവർ. ഇത്തരക്കാർ നെഗറ്റീവ് ഊർജം മറ്റുള്ളവരിലേക്ക് കുത്തിവയ്ക്കുന്നതായി കാണാൻ സാധിക്കും. അവർ നെഗറ്റീവ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും തങ്ങൾക്ക് ചുറ്റും അതിനനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യും. ഒരിക്കൽ റോബർട്ട് ഫുൾട്ടൺ എന്ന വ്യക്തി അമേരിക്കയിൽ ആദ്യമായി സ്റ്റീം ബോട്ട് നിർമ്മിച്ചു. ആവി എഞ്ചിന്റെ ശക്തിയിൽ മുന്നോട്ടു പോകുന്ന തന്റെ നിർമ്മിതിയിൽ അദ്ദേഹം 100% വിശ്വാസമർപ്പിച്ചു. എന്നിരുന്നാലും തന്റെ പുതിയ കണ്ടുപിടുത്തം മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ചാൽ മാത്രമേ അവരുടെയും വിശ്വാസം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം റോബർട്ട് ഫുൾട്ടൺ ഹഡ്സൺ നദിയുടെ തീരത്ത് തന്റെ സ്റ്റീം ബോട്ടുമായി എത്തിച്ചേർന്നു. ഇതിനകം തന്നെ നദിക്കരയിൽ അശുഭവിശ്വാസികളും വിമർശകരും എത്തിച്ചേർന്നിരുന്നു. ഈ പുതിയ യന്ത്രം ഒരിക്കലും സ്റ്റാർട്ടാകില്ല എന്നവർ പരസ്പരം പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ബോട്ടിന്റെ ആവിയന്ത്രം പ്രവർത്തനം തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും ഇതൊരിക്കലും വെള്ളത്തിലിറക്കാൻ സാധിക്കില്ല. ഇറക്കിയാൽ അപ്പോൾ തന്നെ മുങ്ങിപ്പോകും. അല്പസമയത്തിനകം ഫുൾട്ടൺ തന്റെ ബോട്ട് നീറ്റിലിറക്കി. എന്നാൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്തത്. ഇത് കണ്ട വിമർശകർ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇതിനൊരിക്കലും മുന്നോട്ട് നീങ്ങാൻ പറ്റില്ല. എന്നാൽ ആ ബോട്ട് അധികം താമസിയാതെ ആവി എഞ്ചിന്റെ സഹായത്താൽ നദിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. അതോടെ ഒരിക്കലും മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ വിമർശകർ ഇനി ഒരിക്കലും ഈ ബോട്ടിനെ നിശ്ചലമായി നിർത്താൻ കഴിയില്ല എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. കണ്ടില്ലേ, ഇതാണ് ചിലരുടെ മനോഭാവം. ഇത്തരക്കാർ മറ്റുള്ളവരുടെ മനോവീര്യം കൂടി നഷ്ടപ്പെടുത്തുന്നു. എല്ലായ്പ്പോഴും അശുഭവിശ്വാസികളായിരുന്നാൽ എങ്ങനെയാണ് വിജയിക്കുക? അവോയ്ഡ് ഷോർട്ട് കട്ട്സ്. നമ്മളിൽ പലരും വിജയത്തിലേക്കുള്ള യാത്രയിലാണ്. എന്നാൽ കൂടുതൽ പേരും എളുപ്പത്തിൽ വിജയിക്കാനായി ഷോർട്ട് കട്ടുകൾ സ്വീകരിക്കുന്നതായി കാണാൻ സാധിക്കും. വാസ്തവത്തിൽ കുറുക്കുവഴികൾ സാവധാനത്തിലുള്ള വിജയത്തിനേക്കാൾ നിരാശകളിലേക്ക് വഴിയൊരുക്കുന്നു. ക്രമാനുഗതമായി പുരോഗമിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുക എന്നതാണ് ഏതൊരു ദീർഘകാല വിജയത്തിൻ്റെയും താക്കോൽ. നമ്മുടെ ലക്ഷ്യങ്ങൾ സാമ്പത്തികമോ ആരോഗ്യമോ മറ്റു ബന്ധങ്ങളോ ആയാലും ജീവിതത്തിൽ എളുപ്പവഴികൾ പ്രായോഗികമാകില്ല. ഇവിടെ ശിവഖേര നമുക്കായി പറഞ്ഞു തരുന്ന ഒരു ചെറുകഥ കേട്ടാലോ? ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ സദസ്സിലെ ജ്ഞാനികളെ വിളിച്ചു ചേർത്തു. എന്നിട്ട് അവരോട് എല്ലാത്തരം ജ്ഞാനവും അറിവും പുസ്തകങ്ങളിൽ എഴുതി ചേർക്കാൻ ആവശ്യപ്പെട്ടു. യുഗങ്ങളായി വാമൊഴിയിലൂടെ മാത്രം കൈമാറി വരുന്ന അറിവുകൾ നഷ്ടപ്പെടാതെ ഭാവി തലമുറകൾക്ക് കൈമാറാൻ വേണ്ടിയായിരുന്നു രാജാവിൻ്റെ ഈ തീരുമാനം. ഒരുപാട് നാളത്തെ പ്രയത്നങ്ങൾക്ക് ശേഷം ജ്ഞാനികൾ തങ്ങളുടെ ജോലി പൂർത്തിയാക്കി. അവർ അറിവും ജ്ഞാനവും നിരവധി പുസ്തകങ്ങളിലായി രാജാവിന് സമർപ്പിച്ചു. എന്നാൽ ഇത് കണ്ട രാജാവ് അവരോട് പറഞ്ഞു, ഇത് വളരെയധികം ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ വായിക്കാൻ തയ്യാറാകില്ല. നിങ്ങൾ കൂടുതൽ ചുരുക്കി എഴുതുക. അങ്ങനെ രാജകൽപ്പന അനുസരിച്ച് ജ്ഞാനികൾ വീണ്ടും തങ്ങളുടെ ജോലിയിലേക്ക് മടങ്ങിപ്പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ അറിവുകളെല്ലാം ലഘൂകരിച്ച് ഒരൊറ്റ പുസ്തകമാക്കി മടങ്ങി വന്നു. എന്നാൽ ഇത്തവണയും രാജാവ് തൻ്റെ മറുപടി ആവർത്തിച്ചു, ഒരൊറ്റ പുസ്തകം മുഴുവനായി വായിക്കാൻ ആളുകൾ തയ്യാറാകില്ല. നിങ്ങൾ കൂടുതൽ ചുരുക്കി എഴുതുക. അങ്ങനെ പണ്ഡിതർ തങ്ങളുടെ അറിവുകൾ ഒരു അധ്യായമായും ഒടുവിൽ ഒരു പേജിൽ പോലും ഒതുക്കേണ്ടി വന്നു. എന്നിരുന്നാലും അവർക്ക് രാജാവിനെ തൃപ്തനാക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എല്ലാ ജ്ഞാനവും ഉൾപ്പെടുന്ന ഒരൊറ്റ വാചകം നിങ്ങൾ എഴുതിക്കൊണ്ടുവരിക. ഒടുവിൽ ഇത്തവണ പണ്ഡിതർ നൽകിയ വാചകം രാജാവിനെ തൃപ്തിപ്പെടുത്തി. ഭാവി തലമുറകളിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും ഒരു നല്ല വാചകമായിരുന്നു അത്. സൗജന്യമായി ഭക്ഷണമില്ല. ജീവിതത്തിൽ ഒന്നും സൗജന്യമായി ലഭിക്കില്ല എന്ന പാഠമാണ് നാം മനസ്സിലാക്കേണ്ടത്. എളുപ്പത്തിൽ എല്ലാം നേടാം, എവിടെയും വിജയിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലും ഇതുപോലെ നിരവധി ഫ്രീ ലോഡർമാരുണ്ട്. ഇവർ എല്ലാ കാര്യങ്ങളും സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്.
എല്ലാ മേഖലകളിലും ഇത്തരക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഏതെങ്കിലും സംഘടനകളെയോ ഗ്രൂപ്പുകളെയോ പരിശോധിച്ചാൽ മതി. കൂടുതൽ പേരും നിഷ്ക്രിയത്വം പാലിച്ച് വെറുതെ സൗജന്യങ്ങൾ കൈപ്പറ്റുന്നവരാണ്. സജീവമായ അംഗങ്ങളുടെ കഷ്ടപ്പാടിന്റെ പ്രയോജനം എളുപ്പവഴിയിൽ നേടാനാണ് അവർ താല്പര്യപ്പെടുന്നത്. കഠിനാധ്വാനമില്ലാതെ എളുപ്പവഴികൾ തിരഞ്ഞെടുത്താൽ പരാജയം സുനിശ്ചിതം. പൊതുവെ മാറ്റങ്ങളെ ചെറുക്കുന്നതാണ് മനുഷ്യരുടെ രീതി എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഒരു വ്യക്തിയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ തുടങ്ങും. പോസിറ്റീവോ നെഗറ്റീവോ ആയ മാറ്റങ്ങൾ ഒരുപോലെ തന്നെ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ തെറ്റായ കാര്യങ്ങളിൽ മുഴുകി മുന്നോട്ട് പോവുകയായിരിക്കും. എന്നിരുന്നാലും നാം അതിൽ പൂർണ്ണ തൃപ്തരായിരിക്കും. പലപ്പോഴും ഒരു പോസിറ്റീവായ മാറ്റത്തെ ഉൾക്കൊള്ളാൻ കൂടുതൽ പേരും തയ്യാറാകില്ല. മഹാനായ എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസ് ഒരു തടവുകാരനെക്കുറിച്ച് എഴുതുകയുണ്ടായി. വർഷങ്ങളോളം തടവറയിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കൽ സ്വാതന്ത്ര്യം ലഭിച്ചു. അങ്ങനെ ജയിൽ അധികൃതർ അയാളെ സെല്ലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു. നിങ്ങളുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞെന്നും അവിടെ നിന്നും ഉടനെ പോകാനും അവർ പറഞ്ഞു. എന്നാൽ നീണ്ട കാലത്തിന് ശേഷം പകൽ വെളിച്ചവും തുറന്ന ലോകവും കണ്ട അയാൾ പരിഭ്രാന്തനായി ചുറ്റും നോക്കിയ ശേഷം പുതുതായി നേടിയ സ്വാതന്ത്ര്യത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അയാൾ ഉടനെ തന്നെ തിരികെ തടവറയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. കാരണം അയാൾക്ക് തടവറയിലെ ഇരുട്ടും ചങ്ങലകളും സ്വാതന്ത്ര്യ ലോകത്തിനേക്കാൾ സുരക്ഷിതത്വവും സൗകര്യപ്രദവുമായിരുന്നു. നമ്മളിൽ കൂടുതൽ പേരും പലപ്പോഴും തെറ്റായ കാര്യങ്ങളിൽ മുഴുകി വിജയത്തിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജയിക്കാൻ ജീവിതത്തിൽ ഷോർട്ട് കട്ടുകളില്ല. അതിനായി നാം കംഫർട്ട് സോണുകളിൽ നിന്നും പുറത്തു കിടന്ന് കഠിന പരിശ്രമം നടത്തേണ്ടതുണ്ട്. ബി എ വിന്നർ ആക്ഷൻ സ്റ്റെപ്സ്. ഇവിടെ ശിവഖേര വിജയിക്കാനുള്ള ആക്ഷൻ പ്ലാനുകൾ നമുക്കായി പറഞ്ഞു തരികയാണ്. ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും വിജയിക്കാൻ നാം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതുണ്ട്. നാം കേൾക്കുന്ന വിലയേറിയ മാർഗനിർദ്ദേശങ്ങൾ വെറുതെ കേട്ട് മറക്കാനുള്ളതല്ല. പകരം വ്യക്തമായ ധാരണയോടെ സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടവയാണ്. 1. മേക്ക് എ ഹാബിറ്റ് ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. ജീവിതത്തിൽ എന്തു കാര്യമായാലും അനുയോജ്യമായ സമയത്ത് ചെയ്തു തീർക്കുക. വിദ്യാഭ്യാസമോ ജോലിയോ ഒക്കെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. നഷ്ടപ്പെട്ട സമയം തിരികെ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. 2. ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ നല്ല ഗുണങ്ങളിൽ ഒന്നാണ് കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്നത്. നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അത് നല്ലതോ മോശമോ ആയിക്കൊള്ളട്ടെ, അനുയോജ്യമായ അവസരങ്ങളിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന മനോഭാവം വികസിപ്പിക്കുക. കൃതജ്ഞത പ്രകടിപ്പിക്കുന്ന സ്വഭാവം ഒരു വ്യക്തിയിൽ അനുകമ്പ, സ്നേഹം തുടങ്ങിയ നല്ല ഗുണങ്ങൾ വളരാൻ കാരണമാകും. 3. ഗെറ്റ് ഇൻ ടു എ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. മരണം വരെയും പഠനം തുടരുക. കാലങ്ങളായി പറഞ്ഞു വരുന്ന ഒരു വാചകമാണിത്. ഓരോ ദിവസവും എന്തെങ്കിലും പുതുതായി പഠിക്കാൻ ശ്രമിക്കുക. വിജയിക്കാൻ അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് വിദ്യാഭ്യാസം. ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോളജ് പേസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ്. നിങ്ങൾ അറിവിൽ നിക്ഷേപം നടത്തിയാൽ ഏറ്റവും കൂടുതൽ ലാഭം നേടാൻ കഴിയും. അമേരിക്കൻ സ്ഥാപകനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വാക്കുകളാണിത്. 4. ബിൽഡ് പോസിറ്റീവ് സെൽഫ് എസ്റ്റീം. ഒരു വ്യക്തിക്ക് എല്ലാ മേഖലകളിലും വിജയിക്കാൻ ഉയർന്ന അളവിൽ ആത്മാഭിമാനം വേണ്ടിവരും. ആത്മാഭിമാനക്കുറവ് നിങ്ങളുടെ ബന്ധങ്ങൾ, ജോലി, ആരോഗ്യം എന്നിവയുൾപ്പെടെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. സ്വയമേ അനിവാര്യമായ വിലയിരുത്തലുകൾ നടത്തുന്ന ശീലം സെൽഫ് എസ്റ്റീം ഉയർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ്. 5. സ്റ്റേ അവേ ഫ്രം നെഗറ്റീവ് ഇൻഫ്ലുവൻസസ്. നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുക. ഒരു വ്യക്തിയെ നല്ലവനോ മോശക്കാരനോ ഒക്കെ ആക്കി മാറ്റാൻ അയാളുടെ സുഹൃത്ത് ബന്ധങ്ങൾക്ക് സാധിക്കും. നെഗറ്റിവിറ്റി നമ്മളിലേക്ക് പകരുന്നവർ നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാകും. ഇത്തരക്കാരിൽ നിന്നും അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ്. 6. ലേൺ ടു ലൈക്ക് ദ തിങ്സ് ദാറ്റ് നീഡ് ടു ബി ഡൺ. നാം ചെയ്യേണ്ട കാര്യങ്ങളെ ഇഷ്ടപ്പെടാൻ ശീലിക്കുക. പലപ്പോഴും കൂടുതൽ പേരും അവഗണിക്കുന്ന ഒരു കാര്യമാണിത്. ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ചില പ്രവൃത്തികളോ കർത്തവ്യങ്ങളോ ഉണ്ടായേക്കാം. നമുക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ വിജയത്തിനായി അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ വിരസമായതാണെങ്കിൽ പോലും പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. 7. സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് എ പോസിറ്റീവ്. നിങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം പോസിറ്റീവ് ചിന്താഗതിയോടെ ആരംഭിക്കുക. അതിരാവിലെ ഉണരുന്നത് മുതൽ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ചതായിരിക്കും എന്ന് കരുതി മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ തരണം ചെയ്യാൻ തുടങ്ങുക. പോസിറ്റീവ് മനോഭാവം നിങ്ങളെ വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ സഹായിക്കും. ഈ പറഞ്ഞ 7 സക്സസ് മന്ത്രങ്ങൾ ഓരോരുത്തരും ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ പഠനമുറിയിലോ ഓഫീസ് ടേബിളിലോ ഒട്ടിച്ചു വയ്ക്കുക. തുടർച്ചയായി 21 ദിവസം ഈ കാര്യങ്ങൾ മനസ്സിരുത്തി വായിക്കുകയും കൃത്യമായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും ശ്രമിക്കുക.
തൊട്ടടുത്ത ദിവസം ഈ 7 ട്രിക്കുകൾ എൻ്റെ ജീവിതത്തിൽ, ജോലിയിൽ, സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുവെന്ന് വിലയിരുത്തൽ നടത്തുക. ഇതിനായി കുറഞ്ഞത് 30 മിനിറ്റ് നേരം മാറ്റിവെക്കുക. നിങ്ങളുടെ നേട്ടങ്ങളും പോരായ്മകളുമൊക്കെ വ്യത്യസ്തമായി എഴുതുക. ഈ ഒരു പ്രക്രിയ തുടരുക. ശിവഖേര നൽകുന്ന ട്രിക്കുകളിൽ നിങ്ങൾക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു.